നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഭാരതത്തിലെ ജനങ്ങളെ മതം മാറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഭാരതത്തിലെ നിഷ്കളങ്കരായ പാവപ്പെട്ട ജനങ്ങളെ മതം മാറ്റാൻ ഒരുപാട് ക്രിസ്ത്യൻ മിഷനറിമാർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെ മതം മാറ്റാം, അതിൽ ഒരു തടസ്സവുമില്ല. എന്നാൽ ഭാരതത്തിലെ ജനങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. വളരെ വ്യക്തമായിട്ട് മറുപടി പറയണം. എന്താണ് നിങ്ങളുടെ ദൈവം, എന്താ നിങ്ങളുടെ ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പോലും നിങ്ങൾ പറയണ ഒരു സെക്കൻഡിൽ മതം മാറാൻ തയ്യാറാണ്. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഓരോ ബന്ധക്കോസായാലും ശരി, നിങ്ങളുടെ വിഭാഗത്തിലെ ഏകദേശം 500-1000 ക്രിസ്ത്യാനികളിൽ തന്നെ ഓരോ ഉപവിഭാഗങ്ങളുണ്ട്, ഓരോ ജാതികളുണ്ട്. അവർ പരസ്പരം ഓരോ പള്ളിയിലും കയറില്ല. പെന്തക്കോസുകാരൻ കത്തോലിക്കിൽ കയറില്ല, അതേപോലെ ഓർത്തഡോക്സ് ഉണ്ട്, പിന്നെ മലങ്കരയുണ്ട്. അങ്ങനെ പല വിഭാഗം കേരളത്തിൽ തന്നെ 10-13 വിഭാഗമുണ്ട്. ഇവർ പരസ്പരം ഒരാളുടെ പള്ളിയിലും കയറില്ല. അത് ആ സെക്ഷൻ അവിടെ നിൽക്കട്ടെ. ഇത്രയും ബ്ലണ്ടർ മിസ്റ്റേക്കുള്ള യുവന്മാരാണ് ഭാരതത്തിലെ ഹിന്ദുക്കളിനെ മതം മാറ്റാൻ നടക്കുന്നത്. ആ സെക്ഷൻ അങ്ങനെ പോട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഹിന്ദുക്കൾക്ക്, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഹിന്ദുക്കൾ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ദൈവമുള്ളൂ, ഹിന്ദുക്കൾക്ക് 3.5 കോടി ദൈവങ്ങളുണ്ട് എന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഈ 3.5 കോടി ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ക്വാളിറ്റി പോലും നിങ്ങളുടെ ദൈവത്തിന് ഇല്ല. എന്ന് വെച്ചാൽ ഈ നിങ്ങളുടെ ദൈവം യേശു ക്രിസ്തു ആണല്ലോ. അയാളിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം, വളരെ വ്യക്തമായി സമാധാന രീതിയിൽ. യേശു ക്രിസ്തു ഒരു വ്യക്തി ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള ബാധ്യതയുണ്ട്. നിങ്ങളുടെ മതം നിങ്ങൾ മാത്രം ആചരിച്ച് പോവുകയാണെങ്കിൽ ഞങ്ങളിത് ചോദ്യം ചെയ്യില്ല, ഞാൻ പോലും ഇത് ചോദ്യം ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ പരസ്യം ചെയ്യുന്നു, മറ്റുള്ളവരിനെ ഇതിൽ ആകർഷിക്കലും വശീകരിച്ചെടുക്കലും ആകുന്ന ഞാൻ കണ്ട ഏറ്റവും വലിയ തെറ്റ് നിങ്ങളുടെ ഈ സംഭവം. അപ്പം ഞങ്ങൾ ഏകദൈവം, ഞങ്ങൾക്ക് ശിവനാണെന്ന് പറഞ്ഞ് ഇതേപോലെ ഞങ്ങൾ നിങ്ങളുടെ യൂറോപ്യൻ രാജ്യത്തിൽ ഇറങ്ങി, ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടുകളിലും നിങ്ങളുടെ കുടുംബത്തിലും കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? ഒരിക്കലും സമ്മതിക്കില്ല. അതുപോലെ യേശുവിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ആദ്യം നമുക്ക് തുടങ്ങാം. അപ്പോൾ യേശുവിന്, നിങ്ങളുടെ ദൈവത്തിന് സ്വന്തം വീട്ടിലെ അമ്മനെ ക്രിസ്ത്യാനിയാക്കാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ ഏട്ടന്മാരിനെ, 5 ഏട്ടന്മാരിനെയും, 4 ഏട്ടനാണെങ്കിൽ 4, ഈ 4-നെയും 5-നെയും ഏതിനെയും ഒരെണ്ണത്തിനെ പോലും ക്രിസ്ത്യാനിയാക്കാൻ കഴിവില്ലാത്ത ഈ സായിപ്പിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ഈ ആൾക്ക് കഴിയാണ്ട് പോയി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇയാൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല, അടിസ്ഥാനരഹിതമാണ് ഇയാളുടെ കഥ മുഴുവൻ. അത് ആ സെഷൻ അങ്ങനെ പോട്ടെ. ഇസ്രയേലിലെ ജനങ്ങൾ ഏകദേശം 1 കോടി വരും, ഏകദേശം 1 കോടി വരും. അതിൽ ഒരു 10 ലക്ഷം ആൾക്കാരിനെ പോലും യേശുവിൻ്റെ കാലത്ത് തന്നെ മതം മാറ്റാൻ യേശുവിന് കഴിഞ്ഞിട്ടില്ല. 2000 വർഷമായിട്ട്
10 ലക്ഷം ഏകദേശം തികയ്ക്കാൻ പോലും യേശുവിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇസ്രയേലിൽ ജൂതന്മാരാണ്. ജൂതന്മാരിൻ്റെ മുന്നിൽ ഈ യേശുവോ ഈ പാസ്റ്റർമാരോ നമ്മുടെ കേരളത്തിലുള്ള ആൾമാരോ സൗത്ത് ഇന്ത്യക്കാരോ ലോകത്തിലെ മുഴുവൻ പാസ്റ്റർമാർ തലകുത്തി നിന്നാൽ പോലും ഒരു ജൂതനെ പോലും ക്രിസ്ത്യാനിയാക്കാൻ കഴിയുന്നില്ല. യേശു ജൂതനാണല്ലോ. അപ്പോൾ അത്രയും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത മതമാണെന്നുള്ളത് ഇതിൽ കൂടുതൽ തെളിവ് വേണം. എന്തുകൊണ്ട് ഈ മിഷനറിമാർക്ക് ഇസ്രായേലിൽ പോയിട്ട് ഇതേപോലെ പാട്ടുപാടത്ത് ഈ ഞായറാഴ്ചയാകുമ്പോൾ പെന്തക്കോസ്തന്മാരുടെ പാട്ടൊക്കെ സാധാരണക്കാർ മൊബൈലിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ വളരെ അർത്ഥശൂന്യമായ ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് ടേപ്പ് റെക്കോർഡിൻ്റെ മുന്നിൽ നിന്നിട്ട് ആസ്വദിക്കണ പോലെയാണ് ഇവൻ്റെ ആ ഞായറാഴ്ചത്തെ പാട്ട്. ഇന്നത്തെ ലോജിക്കിനും ഇന്നത്തെ സമൂഹത്തിനും ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അത് ആ സെക്ഷൻ അങ്ങനെ നിൽക്കട്ടെ. ഇസ്രായേലിൻ്റെ അവസ്ഥ ഇവർക്ക് ഇതാണല്ലോ. ഇസ്രായേലിൻ്റെ മുന്നിൽ അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഇവർ പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലൊരു കല്യാണം നടന്നു കഴിഞ്ഞാൽ കല്യാണത്തിന് ബാക്കി വന്ന വേസ്റ്റ് സാധനങ്ങളുണ്ടാവും. ചോറ്, സാമ്പാർ, ചട്നി, മറ്റുള്ള അവയവങ്ങൾ മുഴുവൻ നായി പോലും തിന്നാത്ത അവസ്ഥ. ഈ അവസ്ഥയാണ് ഈ ക്രിസ്തു മതം ഇസ്രായേലിൽ പോയ ആ ജൂതന്മാർ ഇവരിനെ കണക്കിലെടുക്കുന്നത്. ഇന്ത്യയിൽ വന്നാലും 140 കോടി ജനം ഏകദേശം ഉണ്ടെങ്കിൽ ഇവരിൻ്റെ മുന്നിൽ ഈ മതത്തിന് ഒരു നിലവാരവും ഇല്ല. ഒരു സന്യാസിയെപ്പോലും ഇവർക്ക് മരുന്നിന് പോലും ക്രിസ്ത്യാനിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു എഡ്യൂക്കേഷനുള്ള ഒരു വ്യക്തിൻ്റെ വീട്ടിലോ ആ വ്യക്തിൻ്റെയിലോ സംസാരിച്ചിട്ട് ഒരു ക്രിസ്ത്യാനിയാക്കാൻ കഴിയുന്നില്ല. ഇനി അങ്ങനെ അത്യാവശ്യം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ല പെണ്ണുങ്ങളിനെ ലവ് ചെയ്തിട്ടോ മതം മാറിയാലോ കല്യാണം കഴിക്കാൻ പറ്റും, അങ്ങനെ വല്ല ജിഹാദിൽ കൂടെ ഇവർക്ക് മതം മാറ്റാൻ കഴിയുന്നുള്ളൂ. അല്ലാണ്ട് ആശയം പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു സന്യാസിൻ്റെ വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ട് ഈ മതം ക്രിസ്തു മതം ചക്കരയാണെന്ന് പറഞ്ഞിട്ട് മതം മാറ്റാൻ ഭാരതത്തിലെ ഒരു പാസ്റ്റർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് വളരെ നാച്ചുറലായ കാര്യമാണ്. ഏകദേശം 450-500 വർഷമായി ഭാരതത്തിൽ ക്രിസ്തു മതം വരാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കേരളത്തിൻ്റെ ഈ മൊക്കിലും അതേപോലെ നമ്മുടെ കുറച്ച് അതിർത്തി സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഭാരതത്തിൽ ഇവരിൻ്റെ ഒരു ചെറിയ, അത് ആദിവാസി കോളനിയിലും അതേമാതിരി വനവാസികളായ ആൾക്കാരുടെ ഇടയിലേ ഇവരുള്ളൂ. വേറെ എവിടെയും ഈ പാസ്റ്റർമാരിൻ്റെ ഈ ഉടായിപ്പ് വേറെ എവിടെയില്ല. അപ്പോൾ ആ സെക്ഷൻ അങ്ങനെ നിൽക്കട്ടെ. ഇനി എനിക്ക് അടുത്ത ചോദ്യമുള്ളത്, എൻ്റെ ഈ നിസ്സാര ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരം പറയണം. നിങ്ങളുടെ ഏത് പാസ്റ്ററായിക്കോട്ടെ, ഏത് സഭയിലുള്ളവനായിക്കോട്ടെ, ഇനിയിപ്പോൾ ഇവിടെയല്ല, നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല, നിങ്ങൾ യൂറോപ്പിൽ പാസ്റ്ററാണെങ്കിൽ ആ പാസ്റ്റർ ഇങ്ങോട്ട് വരട്ടെ, മലയാളത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് സംസാരിക്കാം. പൊതുവേദിയിൽ, ഒറ്റയ്ക്കല്ല, പൊതുവേദിയിൽ. ഒറ്റയ്ക്കല്ല എന്ന് പറയാനുള്ള കാരണം സുരക്ഷാ പ്രശ്നമുണ്ട്. എൻ്റെ ഈ നിസ്സാര ചോദ്യങ്ങൾക്ക് ഭാരതത്തിലെ മുഴുവൻ ടി വിക്കാരനെയും വിളിക്കുക. മുഴുവനെന്ന് പറഞ്ഞിരുന്നത് ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോന്ന് വിളിച്ചാലും മതി. അത് ലൈവായിട്ട് സംരക്ഷണം ചെയ്യുക. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലൈവ് ടു ലൈവ് കാര്യങ്ങൾ സംസാരിക്കുക. എന്നിട്ട് ഞാൻ തോൽക്കുകയാണെങ്കിൽ ആ മിനിറ്റിൽ നിങ്ങളുടെ ഈ ജാതി മാറുന്ന സമയത്ത് ഒരു തൈലം കൊടുക്കണ്ടല്ലോ, ഒരു വെള്ളം നാക്കിലൊറ്റിക്കുന്നത്, അത് എൻ്റെ തൊള്ളയിൽ എൻ്റെ വായിൽ ഒഴിച്ചു തരിക. നീ ക്രിസ്ത്യാനിയായി, ഞാൻ ഏറ്റു. ഇനി നിങ്ങളാണ് തോൽക്കുന്നതെങ്കിൽ ആ നിമിഷം നിങ്ങൾ ഹിന്ദു മതമാണ് ശരിയെന്ന് പബ്ലിക്കായിട്ട് പറയണം. മതം മാറാൻ ഞാൻ പറയുന്നില്ല, അതൊന്നും എൻ്റെ ആവശ്യമില്ല. എനിക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ, സഹോദരന്മാർക്ക് വേണമെങ്കിൽ മാത്രം ഹിന്ദു ആയാൽ മതി. ഈ മതം ഒരിക്കലും വഴി കൊണ്ടവനെ നീ ഇങ്ങോട്ട് വാ പറയണ മതമല്ല. അതിനുള്ള ഉദാഹരണം പറയുന്നുണ്ട്, അത് ഞാൻ അതിലേക്ക് കിടക്കാം. അപ്പോൾ ആ സെഷൻ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, യേശുവിൻ്റെ കഥയിൽ ആദം അവ്വ ആദ്യത്തെ മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന ആൾക്കാർ, യേശുവിൻ്റെ പ്രായം എത്രയാണെന്നറിയോ? 2025 കൊല്ലം.
ഇനിയിപ്പോൾ ഒരു 100 കൊല്ലം കൂടി അങ്ങോട്ട് പോയാലും പോട്ടെ. ഈ 2000 കൊല്ലത്തിലോ 2025 കൊല്ലത്തിലാണോ ഭൂമി ഉണ്ടായത്, മനുഷ്യനുണ്ടായത്? എന്ത് വിവരം കെട്ട വർത്തമാനം ഈ പാസ്റ്റർമാർ പറഞ്ഞു നടക്കുന്നത്? ഈ 2000 വർഷങ്ങളിൽ ഈ ഇസ്രയേലിൻ്റെ കഥയാകുമ്പോൾ ഈജിപ്തിൽ 4000 വർഷം പേർക്ക് ഈജിപ്തിൻ്റെ പാരമ്പര്യം അവിടെ കിടക്കണം. അവിടെ നിന്ന് കുറച്ച് 100-ൽ താഴെ ആൾക്കാർ ഇസ്രയേലിൽ വന്നിട്ടാണ് ഈ ജൂതന്മാർ ഈ അവിടെ ഇസ്രയേൽ ഉണ്ടാക്കിയത്. അതിൽ ഒരാളാണ് യേശു. പിന്നെ ആദ്യം അവൻ്റെ കവ എഴുതിയ പോയി 4000 വർഷം അവിടെ കിടക്കണേ. പോട്ടെ, ഈജിപ്ത് വലിയ പാരമ്പര്യമുള്ളതാണ്, അത് എല്ലാവർക്കും അറിയാം, എല്ലാ പാസ്റ്റർമാർക്കും അറിയാം, ഇന്ത്യക്കാർക്കും അറിയാം. ശരി, ഈ ഭാരതത്തിലെ എല്ലാ ലോകത്തിലെ മുഴുവൻ പാസ്റ്റർമാരിനെയും നേരെ കേരളത്തിലേക്ക് കൊണ്ടുവരിക. വന്നതിന് ശേഷം വയനാട് 8000 വർഷങ്ങൾ പഴക്കമുള്ള ചട്ടിയും പാത്രവും ആദിവാസികളുടെ ഓസിലും അവിടെ കിടക്കുന്നുണ്ട്. ആദിവാസികളുടെ ചട്ടിയും പാത്രവും കിടക്കുന്നുണ്ട്. 8000 വർഷം, 1-2 ദിവസമല്ല. അപ്പോൾ ഈ 2000 കൊല്ലത്തിൻ്റെ ഈ ബടായി അവിടെ കിടക്കണേ, ഈ സായിപ്പിൻ്റെ 4000 കൊല്ലത്തിൻ്റെ ഈജിപ്തിൻ്റെ കഥ അവിടെ കിടക്കണേ. വയനാട് ഇടയ്ക്കൽ ഗുഹ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഈ വീഡിയോ ആയതുകൊണ്ട് ചില അക്ഷരങ്ങൾക്ക് ചില കുഴപ്പമൊക്കെ ഉണ്ടാകും. കാര്യം അപ്പോൾ ഇത്രയും പഴക്കം കേരളത്തിലുണ്ട്. ആ സെഷൻ അവിടെ തന്നെ നിൽക്കട്ടെ. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതേപോലെ ലോകത്തിലെ മുഴുവൻ പാസ്റ്റർമാരിനെയും കൊണ്ടുവരിക. പള്ളിയിൽ അച്ഛന്ന് വിളിക്കാൻ പറ്റില്ല, അത് പക്ക ബ്ലണ്ടർ മിസ്റ്റേക്കാണ്. വഴി കണ്ടവനെയൊക്കെ അച്ഛ വിളിച്ച് കഴിഞ്ഞാൽ ഇവനാണ് കുടുംബം ഉണ്ടാക്കുന്നത്, അത് വേറെ ലെവലിൽ പോകും. ആ വാക്കുകളെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പാസ്റ്റർ എന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങളുടെ മാക്സി ഇട്ടവന്മാരുടെ ചോദിക്കാനുള്ളത്, ലോകത്തിലെ മുഴുവൻ എണ്ണത്തിനും കൊണ്ടുവരിക, കേരളത്തിലേക്ക് കൊണ്ടുവരിക. എന്നിട്ടൊരു സന്യാസിയുണ്ട്, ജപ്പാൻ, ഇന്തോനേഷ്യ, നമ്മുടെ തായ്ലൻഡ്, ചൈന, അഫ്ഗാനിസ്ഥാൻ, അതേപോലെ ഭാരതം മുഴുവൻ, അഗസ്ത്യാർ മഹർഷി. ഈ മഹർഷി 5000 വർഷം പഴക്കമുണ്ട്. അഗസ്ത്യാർ മഹർഷി എന്നാണ് അതിൻ്റെ പേര്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ഷമിക്കുക, ചെറിയ പഠിപ്പല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കണതിൽ നമ്മൾ പാലക്കാട്ടുകാരാണല്ലോ, അപ്പോൾ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും. അപ്പോൾ 5000 പഴക്കമുള്ള സന്യാസി ലോകത്തിൻ്റെ പകുതിയോളം സ്ഥലങ്ങളിൽ പോയിട്ട് ഹിന്ദു മതത്തിനെക്കുറിച്ചും ഇതിൻ്റെ നന്മകളെക്കുറിച്ചും പറഞ്ഞ് ആ കാലഘട്ടങ്ങളിൽ പ്രചരിപ്പിച്ച ആളാണ്. പിന്നെ ഈ ലോകത്തെ മുഴുവൻ പാസ്റ്റർമാരിനെയും കൊണ്ട് കേരളം കഴിഞ്ഞിട്ട് നേരെ ട്രെയിനിൽ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാം. തിരുക്കുറൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അയാളുടെ പേരും അത് തന്നെയാണ്, തിരുവള്ളൂർ. തിരുക്കുറൽ 3000 വർഷങ്ങൾക്ക് മുന്നേ ഭാരതത്തിൻ്റെ പാരമ്പര്യം, ഭാരതത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, എന്താണ് തെറ്റ്, എന്താണ് ശരി, മഹാഭാരതവും രാമായണവും പോലെ അതിനേക്കാളും വലിയ പുസ്തകം എഴുതി വെച്ച ആളാണ് തിരുക്കുറൽ. ഈ പാസ്റ്റർമാരനെ അതൊന്നും കൊണ്ട് കാണിക്കുക. ഞമ്മൻ്റെ ഇവിടുത്തെ പാസ്റ്റർമാരും ഡ്യൂപ്ലിക്കേറ്റ് പാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തെരുവ് നായിൻ്റെ, ഭാരതത്തിലെ തെരുവ് നായിൻ്റെ നിലവാരമില്ലാത്ത പാസ്റ്റർമാർ, ഇവന്മാരനെ മ്യൂസിയൊന്നും ഉണ്ടായില്ല ഇവർക്ക്. അതിൻ്റെ കഥയുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ 3000 വർഷം ഇതേ പോയില്ലേ. പ്രധാനമന്ത്രി മോദി മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഈ കടലിൻ്റെ അടിയിൽ 5000-ൽ കൂടുതൽ പഴക്കമുള്ള അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് മയിൽപ്പീലി കൊണ്ടുപോയി. ലോകം മുഴുവൻ സാക്ഷിയാണ്. ഞാൻ മാത്രമല്ല, ഞാൻ വെറുതെ ഇവിടെ അടിക്കല്ല, അത് തെളിവുകളാണ് ഇവിടെ ആവശ്യം. അപ്പോൾ പ്രധാനമന്ത്രി പബ്ലിക്കായിട്ട് കടലിൻ്റെ ഉള്ളിൽ പോയി മയിൽപ്പീലി അവിടെ വെച്ച് തൊഴുതിയിട്ട് വന്ന 5000 വർഷത്തിൻ്റെ കഥയാണ് ഇവിടെ കിടക്കുന്നത് ഭാരതത്തിൽ. ഭാരതത്തിലെ ഓരോ അമ്പലത്തിനും 5000, 10,000,
50,000 അങ്ങനെ പഴക്കങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. എന്തിനേറെ പറയുന്നു സഹോദരന്മാരെ, ഓരോ സെക്ഷനാണ്. ഈ പാസ്റ്റർമാരിനെയും കൊണ്ടാണ് നമുക്ക് ഈ യേശുവിൻ്റെ വടായിനെ നമുക്ക് തുറന്നു കാട്ടണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. കേരളത്തിൽ ഒരു കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ഒരു സഹോദരനുണ്ട്, ഒരു പാവം. ഗിന്നസ് റെക്കോർഡുകാരൻ പോലും ഈ ഗിന്നസിൻ്റെ മിഷ്യൻ അവൻ്റെ മുന്നിൽ പരാജയപ്പെടുകയാണ്. അവന് 5,000 മുതൽ 50,000 മുതൽ 1,00,000 പേർക്ക് ചുവട്ടിലേക്ക് കലണ്ടർ വരെ അവൻ പറയുന്നുണ്ട് കറക്റ്റായിട്ട്. അത്രയും പാരമ്പര്യവും ആഴത്തിൽ ചിന്തിക്കാനും ഭാരതീയന് കഴിയും, ഭാരതത്തിൻ്റെ മതത്തിലുള്ളൊരു കഴിയും. ഇനി ഭാരതം മാത്രമല്ല ഭാരതത്തിൻ്റെ അതിർത്തി. ചൈന ഭാരതത്തിൻ്റെ ഒരു അതിർത്തിയാണ്. അതിർത്തിയല്ല, അത് മുഴുവൻ ഭാരതത്തിൻ്റെ അംശം, ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ് ചൈന, ഇന്തോനേഷ്യ, മംഗോളിയ, തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ, മ്യാൻമർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇതെല്ലാം ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ്. പബ്ലിക്കായിട്ട് കണ്ടാണ്. കുവൈത്തിലും ഇറാഖിലും യുദ്ധം നടന്നപ്പോൾ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുഴക്കിയപ്പോൾ ശ്രീരാമൻ്റെ വിഗ്രഹം കണ്ടത് ലോകം മുഴുവൻ കണ്ടതാണ് പാരമ്പര്യത്തിൽ. അപ്പോൾ എത്ര ആയിരം വർഷങ്ങൾക്ക് മുന്നാണ് ഈ പരിപാടി, ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഭാരതത്തിൻ്റെ മതം പുസ്തകത്തിൽ എഴുതിയ മതമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അതിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളോട് ചോദിക്കും, നിങ്ങൾ ദൈവവിശ്വാസിയാണോ എന്ന് പാസ്റ്റർമാർ. അപ്പോൾ ഈ പൊട്ട പാസ്റ്റർമാരുടെ എനിക്ക് പറയാനുള്ളത്, ഈ മീസിയില്ലാത്തവന്മാരുടെ പറയാനുള്ളത്, പെണ്ണുങ്ങളുടെ മേസിയാണ് അവർ വരുന്നത്, അതിൻ്റെ പറയാനുള്ളത്, ഭാരതത്തിലെ ജനങ്ങൾ ദൈവവിശ്വാസിയല്ല. പൊട്ടന്മാരുടെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതിന് കൂടുതൽ അങ്ങനെ തെളിവ്. ഭാരതത്തിലെ ജനങ്ങൾ ദൈവവിശ്വാസിയല്ല. വീണ്ടും ഒന്നും കൂടി ആവർത്തിച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും അപ്പം ഞാൻ വലിയൊരു വിശ്വാസിയല്ല എന്നല്ലേ. അതിനർത്ഥം അതല്ല. ഭാരതത്തിലെ ജനങ്ങൾ ദൈവത്തിനെ അംഗീകരിക്കുന്നവനും ബഹുമാനിക്കുന്നവനും സത്യസന്ധമായി ദൈവത്തിനെ മനസ്സിൽ കാണുന്നവനുമാണ്, ദൈവത്തിനെ യഥാർത്ഥമായി കാണുന്നവനാണ്. അതാണ് അർത്ഥം. വിശ്വാസി എന്ന് പറഞ്ഞാൽ തന്നെ കാണാത്തതിനെക്കുറിച്ച് ചിന്തിക്കലാണല്ലോ, ഇല്ലായ്മയാണല്ലോ. വിശ്വാസം പറയുന്നത് ഇല്ലായ്മനെ ഉണ്ടെന്ന് ധരിക്കണത്. ഭാരതീയൻ അങ്ങനെയല്ല. അമ്പലത്തിൽ പോയി ദൈവത്തിനെ മനസ്സിലും കണ്ണും കൊണ്ട് കണ്ട് തൊഴുന്നവനാണ്, യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് പറഞ്ഞിട്ട് തൊഴുന്നവനാണ്. അപ്പോൾ അത് വിശ്വാസിയല്ല. ഒറിജിനാലിറ്റിയിൽ ദൈവം ഉണ്ട് എന്നും ദൈവത്തിനെ മനസ്സിലും ശരീരത്തിലും മുഴുവൻ സൂക്ഷിക്കുന്നവനുമാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ ഭാരതീയൻ. ഇപ്പോൾ മനസ്സിലായില്ലേ ഭാരതത്തിൻ്റെ ദൈവവിശ്വാസം എന്താണെന്നുള്ളത്? ഇതിൽ തന്നെ ഈ പാസ്റ്റർമാരുടെ പറയാനുള്ളത്, കന്യാകുമാരിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കാശ്മീർ വരെ എടുക്കാം. ഈ ക്രിസ്ത്യൻ പള്ളികൾ കെട്ടുന്നുണ്ട്, ക്രിസ്ത്യാനികൾ വീട് വയ്ക്കുന്നുണ്ട്, മതിൽ കെട്ടുന്നുണ്ട്, കിണർ കുത്തുന്നുണ്ട്. ഒരു സെക്കൻഡ് ക്ഷമിക്കണം, വീഡിയോൻ്റെ ഒരു ആൾ വന്നു, അത് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം ഇത്രയും പെർഫെക്റ്റായിട്ട് പോകുന്നതാണ്. ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാൻ വിട്ടുപോകാൻ പാടില്ല ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും. പിന്നെയും ഈ വീഡിയോൻ്റെ രണ്ടാം ഭാഗം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇറക്കാം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും കടൽ പോലെ ഉണ്ടെങ്കിലും വീഡിയോ ചുരുക്കി ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാലും നമുക്ക് പരമാവധി ശ്രമിക്കാം. 2000 കൊല്ലപ്പഴക്കം യേശുവിൻ്റെ 1300 കൊല്ലം അല്ലെങ്കിൽ 1400 കൊല്ലം മുസ്ലിം മതം, ഇതെല്ലാം നമുക്ക് സമ്മതിച്ചു കൊടുക്കുക. അതിലൊരു തെറ്റുമില്ല. അത് അവരുടെ കുഴപ്പമല്ല. അവർക്ക് ആ കാലത്ത് അത്രേ ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ, അത്രേ അറിവുണ്ടായിരുന്നുള്ളൂ. അതൊരിക്കലും ഈ ഭൂമിയിലെ മനുഷ്യന്മാരിൻ്റെ കുഴപ്പമല്ല. ആ സെഷൻ അവിടെ നിൽക്കട്ടെ.
16,000 കൊല്ലം പഴക്കമുള്ള മനുഷ്യ ശരീരം ചൈനയിൽ നിന്ന് എടുത്തു. ഇപ്പോഴും ലൈവായിട്ട് ലോകം മുഴുവൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ന്യൂസ് ചാനലുകാരും ആ വീഡിയോ എടുത്തിട്ടുണ്ട്. ചൈനയിൽ നിന്ന് രാജകുമാരിൻ്റെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടാണ് മരിച്ചു എന്ന് അതിൻ്റെ ശരീരം പരിശോധിച്ച് കണ്ടുപിടിച്ചാണ്. അപ്പോൾ ഈ 2000 കൊല്ലത്ത് യേശു പുസ്തകം ഉണ്ടാക്കി വന്നിട്ട് ലോകം മുഴുവൻ പെണ്ണുങ്ങളുടെ മേശയിട്ട് നടക്കുന്നതിന് എന്ത് പറയണം? ഭാരതീയരായ ഇനി മതം മാറാൻ തയ്യാറെടുക്കുന്നവരും കൂടിയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടിയാണിത്. ഇവരിനെയൊക്കെ എന്ത് പറയണം? 2000 കൊല്ലത്തിൽ അപ്പോൾ ഇനി നമ്മുടെ ശ്രീബുദ്ധൻ്റെ കഥ ഇതേപോലെ തന്നെ ശ്രീബുദ്ധൻ്റെ കഥ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം. അത് പറഞ്ഞുതരാം. ശ്രീബുദ്ധൻ ഭാരതത്തിൽ നിന്ന് എന്ന് വെച്ചാൽ പശ്ചിമ ബംഗാൾ, നേപ്പാൾ ഇതൊക്കെ ശ്രീബുദ്ധൻ്റെ രാജകുടുംബത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. എന്നിട്ട് ചൈന മുഴുവൻ ആശയം കൊണ്ട് കീഴടക്കി. വാളും കൊണ്ടോ കത്തിയും കൊണ്ടോ ബോംബും കൊണ്ടോ അല്ല, വാക്കുകൾ കൊണ്ട് ബുദ്ധമതം ഉണ്ടാക്കി. ഹിന്ദു മതത്തിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റി. ബുദ്ധമതം എന്ന് പറയുന്നത് തന്നെ ഹിന്ദു മതത്തിൻ്റെ ഒരു വേർഷനാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ 1500 ജാതി ഉണ്ട് ഭാരതത്തിൻ്റെ. അതിൻ്റെ അതിലെ പോലെ വേറൊരു ജാതി ഉണ്ടാക്കി. ആ ശ്രീബുദ്ധൻ ഇന്ത്യൻ്റെ 90% കീഴടക്കി. ഇന്ത്യ കീഴടക്കാൻ ശ്രീബുദ്ധന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അത് ഹിന്ദുവിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് പിന്നെ അത് പ്രത്യേകിച്ചിട്ട് ഹിന്ദു ബുദ്ധനാകേണ്ട ആവശ്യമില്ല. അതിൽപ്പെട്ടതാണ്, നമ്മൾ മുഴുവൻ അതിൽപ്പെട്ടതാണ്. മ്യാൻമർ, കംബോഡിയ, തായ്ലൻഡ്, വിയറ്റ്നാം, ചൈന, അഫ്ഗാനിസ്ഥാൻ, ഇന്തോനേഷ്യ, ജപ്പാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇതെല്ലാം ഈജിപ്തിൻ്റെ പകുതിയോളം സ്ഥലങ്ങൾ, ഇസ്രായേലിൻ്റെ ഭാഗങ്ങളെല്ലാം, മാസിഡോണിയ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ശ്രീബുദ്ധൻ കീഴടക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായ ലോജിക്ക് വെച്ചിട്ടും സിമ്പിളായ ആശയം വെച്ചിട്ടും. അത് ശ്രീബുദ്ധൻ്റെ ഈ സമയം കഴിഞ്ഞിട്ട് 500 വർഷം കഴിഞ്ഞിട്ട് യേശു ബൈബിളിൻ്റെ കാര്യം വെളിയിൽ കൊണ്ടുവരുന്നത്. അപ്പോഴേക്ക് ജൂലിയസ് സീസറൊക്കെ അവിടെ രാജാവായി ഭരിക്കുന്നുണ്ട്. MLA, NB, ഗവർണർ, അത്രയും പൊസിഷനിൽ അന്നേ ഉണ്ട്. അപ്പോഴാണ് യേശു ഉദയം ചെയ്യുന്നത്. യേശു ആരാണെന്ന് ജൂലിയസ് സീസറിനോ ആ രാജ്യത്തിലുള്ള ആർക്കും യേശു ആരാണെന്ന് അറിയുന്നില്ല. പിന്നെ ഇയാൾ ദൈവമാണെന്ന് അങ്ങനെ പറയാൻ പറ്റും? സ്വന്തം വീട്ടുകാരനെ പോലും ഇയാൾ ദൈവം ഇയാളുടെ ദൈവത്തിൻ്റെ ഒരു അംശം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇസ്രായേലിൽ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ലോകത്തിന് ആർക്കും യേശുവിനെ കുറിച്ച് ഒരു ധാരണയില്ല. യേശു ബൈബിൾ എഴുതി ബൈബിൾ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ഞാൻ ചെറിയ ബുദ്ധി വെച്ചിട്ട് സംസാരിക്കുകയാണ്, വളരെ ചെറിയ അറിവ്. യേശു ബൈബിൾ ഉണ്ടാക്കിയല്ലോ. ആദ്യത്തെ ബൈബിൾ ഏത് രാജ്യത്തിൻ്റെ ഇപ്പം നിൽക്കുന്നത്? ഇസ്രയേലിലാണോ, ഉഗാണ്ടയിലാണോ, സുഡാനിലാണോ, അമേരിക്കയിലാണോ, ബ്രിട്ടനിലാണോ? 150 രാജ്യങ്ങളുണ്ട്. ആദ്യത്തെ ബൈബിള് യേശു ബൈബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ബൈബിൾ എവിടെ? ചോദ്യമാണല്ലോ, നിസ്സാര ചോദ്യങ്ങൾ. പൊട്ട പാസ്റ്റർമാരെ നിങ്ങളുടെ കയ്യിൽ ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാ പൊട്ടാന്ന് വിളിക്കുന്നത്? ഇത്രയും വിവരമില്ലാണ്ട് നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ മേശയിട്ട് നടക്കണതുകൊണ്ട്. ആദ്യത്തെ ബൈബിള് ഉണ്ടാക്കിയതിന് വല്ല തെളിവുണ്ടോ? നിങ്ങൾ തലകുത്തി നിൽക്കുക, എന്നാലും നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾക്ക് ഇത് കാണിക്കാൻ. ചൈനക്കാരൻ പേപ്പർ കണ്ടുപിടിച്ചിട്ട് ആകെ 350-400 വർഷത്തിൽ താഴെയായിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ആദ്യത്തെ ബൈബിൾ ഉണ്ടാകും? അച്ച് കണ്ടുപിടിച്ചിട്ട് ചൈനക്കാരനാണ് അച്ച് കണ്ടുപിടിച്ചത്, ഇങ്ങനെ സീല് കണ്ടുപിടിച്ചത്. അതേ ആകെ 550-600 വർഷത്തിൽ മോളി പൊന്തിയിട്ടില്ല. നൂല് വസ്ത്രം അത് കണ്ടുപിടിച്ചിട്ട് 350 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ മൃഗങ്ങളുടെ തോലും പുലിൻ്റെയും ആടിൻ്റെയും തോലിട്ടിട്ടാണ്. ഇപ്പോഴും യൂറോപ്യൻ രാജ്യത്തിൽ ആടിൻ്റെ തോലിട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ
സൗദി അറേബ്യയിൽ ഇപ്പോൾ പെട്രോളും ഡീസലും കണ്ടുപിടിച്ചിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ തന്നെ എന്താണ് സമ്പത്ത് എന്ന് അറിയണത്. അപ്പോൾ ഇത്രയും ഡിഫാൾട്ട് പിടിച്ച ഒരു മതമാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നതെന്നുള്ളൊരു അല്പമെങ്കിലും ബോധമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മതം പൊക്കി നടക്കില്ല. ഇനി അടുത്ത സെഷനിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങളുടെ പാരമ്പര്യത്തിനെ കുറിച്ച് ഏകദേശം ആയി എന്നാണ് എൻ്റെ ധാരണ. ഇനി നിങ്ങൾ ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങളെ കുറിച്ചിട്ടാണ് ഇനി അടുത്ത സെഷനിലേക്ക് ഞാൻ ചോദിക്കുന്നത്. 2000 വർഷമായി യേശു. അപ്പോൾ കന്യാസ്ത്രീകളുടെ വിഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. കന്യാസ്ത്രീകൾ മുഴുവൻ യേശുവിനെ കല്യാണം കഴിക്കാം, മണവാട്ടിയാകാം, യേശുവായിട്ട് കുടുംബജീവിതം നയിക്കാമെന്നാണ് ഈ 2000 വർഷമായിട്ടും കന്യാസ്ത്രീകളുടെ ജീവിതം. ഒന്നോ രണ്ടല്ല, ഏകദേശം 2000 എന്ന് പറയുമ്പോൾ 30 തലമുറ ഏകദേശമായി. ഏകദേശം വെറുതെ എസ്റ്റിമേറ്റിൽ പറയാം. ഇത്രയും തട്ടിൽ ജീവിച്ച ആൾക്കാരുടെ ജീവിതം മുഴുവൻ പാഴായിപ്പോയി. ഇതിന് യേശു ഉത്തരവാദിത്വം പറയണ്ടേ? ഇനി ആ 30 തലമുറയിലെ 29 തലമുറയും നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. ഒത്തിരി ഡിസ്കൗണ്ട് കൊടുക്കാം. ഈ ഫൈനാൻസുകാർ ഓവർ പലിശ വരുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്യണം, ഒത്തിരി ഡിസ്കൗണ്ട് ചെയ്യാം. ഈ 2025 കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ കന്യാസ്ത്രീകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാകുമെന്ന് ഏകദേശം എൻ്റെ ഒരു ധാരണയിൽ അതിൽ കൂടാൻ കമ്മിയാകാം. നമുക്ക് എന്നാലും കുറച്ച് പറയാം. 750 കോടി ജനമാണ് ലോകം മുഴുവനുള്ളത് ഏകദേശം. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി വ്യത്യാസങ്ങൾ വരും. എന്നാലും ഗൂഗിൾ കണക്കിൽ, നമ്മുടെ ഇൻ്റർനെറ്റ് കണക്കിൽ 750 കോടി ജനമാണ് മൊത്തം ഭൂമിയിലുള്ളത്. ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പോകുന്നത് 22,000 കിലോമീറ്റർ. ഫുള്ള് ചുറ്റളവാണെങ്കിൽ 44,000 കിലോമീറ്റർ. ആ സെക്ഷനൊക്കെ പോട്ടെ. അതിൽ യേശു ഒരു വടയും കൂടി അടിച്ചിട്ട് ഇതിൽ കൂടെ ഭൂമി പരന്നിട്ടാണ് എന്ന് മൂപ്പര് പ്രചാരണം ചെയ്തു. ഇത് വിശ്വസിച്ച് പുസ്തകത്തിൽ എഴുതി വെച്ചു. ഇതുപോലെ ഒരു വിഡ്ഢിത്തരം ഉണ്ടോ? അതിൻ്റെ യേശു പറയുന്നതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഹിന്ദു സന്യാസി ഇരുന്നവിടെ ഇരുന്നിട്ട് കേദാർനാഥിലും ബദ്രീനാഥിലും അവിടെ ഇരുന്ന് പ്രഖ്യാപിച്ചു ഭൂമി ഉരുണ്ടതാണ്, മറ്റുള്ള ഗ്രഹങ്ങളും 9 എണ്ണം പ്രാധാന്യമുള്ളതുണ്ട്, പിന്നെ അതിൽ കൂടുതൽ ലക്ഷക്കണക്കിനുണ്ടെങ്കിൽ അതിനൊന്നും പ്രാധാന്യമില്ല, ഇത് 9 എണ്ണത്തിന് പ്രാധാന്യമുണ്ട്, ഇതെല്ലാം ഭൂമിയെപ്പോലെ പെർഫെക്റ്റായ ഗ്രഹങ്ങളാണ് എന്ന് അത്ര വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചു. ഇത് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇത്രയും വർഷങ്ങൾ 5000-ഓളം വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചിട്ട് യേശു ഈ 2000 കൊല്ലം മുന്നേ പറഞ്ഞ് പരന്നിട്ടാണ്, പൊറോട്ടൻ്റെ ആകൃതിയിൽ ഇങ്ങനെ പരന്ന് ചപ്പാത്തി പോലെ കിടക്കുകയാണ് പറഞ്ഞത്. ഇപ്പോൾ 50 വർഷത്തിൽ താഴെ ആയിട്ടേ ഉള്ളൂ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചിട്ട്. ഏകദേശം വെള്ളക്കാർ അത് കണ്ടുപിടിച്ച്. അപ്പോൾ യേശുവിനെ നമ്മൾ എന്താ വിളിക്കുക? നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് ദൈവമാണ്, എനിക്ക് ദൈവമല്ലല്ലോ. യേശു ഈ സാഹിബിനെ നമ്മൾ എന്താ വിളിക്കുക? പൊട്ടാ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈവമാണ് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പ്രതിഷേധമായിട്ട് എൻ്റെ പിന്നാലെ വരും. ഞാനാണോ പൊട്ടൻ, നിങ്ങളാണോ പൊട്ടൻ? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഭാരതത്തിലെ ഈ 140 കോടി ജനത്തിന് മുന്നിൽ എനിക്ക് പറയാനുള്ളത്, ഭൂമി ചപ്പാത്തി പോലെ കിടക്കുകയാണെന്ന് പറഞ്ഞു നടന്ന യേശു ഇയാളെ എന്താ വിളിക്കുക? അത് ആ സെഷൻ അങ്ങനെ പോട്ടെ. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ മതത്തിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ ഇനി അടുത്ത സെഷനിലേക്ക് കിടക്കാം, കന്യാസ്ത്രീയിലേക്ക് കിടക്കാം. യേശുവും കന്യാസ്ത്രീ ആയിട്ടുള്ള ബന്ധത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇനി യേശുവും കന്യാസ്ത്രീൻ്റെ കല്യാണമായിട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ക്ഷമയോടെ കേൾക്കണം എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത്. എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ കഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. കന്യാസ്ത്രീകൾ യേശുവിനെ കല്യാണം കഴിക്കുക എന്ന് വേണ്ടി ഇത്രയും കൊല്ലങ്ങളായിട്ട് 2000 വർഷമായിട്ട് ചീരഴിയണു. ഇപ്പോഴത്തെ തലമുറയിലുള്ള കന്യാസ്ത്രീകളുടെ ജീവിതം മാത്രം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം 10 ലക്ഷം കന്യാസ്ത്രീകളുണ്ട് ഏകദേശമാണത്. അതിൽ 1 ലക്ഷം 2 ലക്ഷം കൂടെ കമ്മിയാകാം. അത് നമുക്ക് വിഷയമല്ല. ഒക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ഫുൾ ഡിസ്കൗണ്ട് ഫൈനാൻസ് കാര്യമാണ്. തമിഴ്നാട്ടിൽ 10 ലക്ഷം, കർണാടകയിൽ 10 ലക്ഷം, അങ്ങനെ ഭാരതത്തിൽ മുഴുവൻ 10 ലക്ഷം ആകുമ്പോൾ 32 സ്റ്റേറ്റ് ഏകദേശം ഉണ്ടെങ്കിലും നമുക്ക് ഒക്കെ ഡിസ്കൗണ്ട് ആയിട്ട് 1 കോടിയിൽ വെച്ച് കണക്ക് കൂട്ടി വയ്ക്കാം. 10 ആകുമ്പോൾ തന്നെ 1 കോടിയായി. അപ്പോൾ 32 നമുക്ക് 22 വിട്ട് 10 കൊടുക്കാം. അപ്പോൾ 1 കോടി കന്യാസ്ത്രീകൾ. ഈ 1 കോടി കന്യാസ്ത്രീകൾ ഭാരതത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ യേശു
സായിപ്പ്. ഈ സായിപ്പ് എങ്ങനെ ഈ 1 കോടി കന്യാസ്ത്രീകൾക്ക് കുടുംബജീവിതം നയിക്കും? നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ലൈഫ് മിഷനിൽ ഈ 1 കോടി പെണ്ണുങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുമോ? യേശു പെട്ടെന്ന് ഇപ്പോൾ ജനിച്ചു വന്ന 1 കോടിയാണ്. 100, 10, 1000 അല്ല, 1 കോടി. ഒരു വർഷത്തിൽ 365 ദിവസമുള്ളൂ. അപ്പോൾ ഈ 1 കോടി സ്ത്രീകളുടെ അടുത്തേക്ക് പോകണമെങ്കിൽ 1 കോടി ദിവസങ്ങൾ പോകണം. അപ്പോൾ എത്ര ആയിരം കൊല്ലമായി? ചിന്തിക്കാൻ പറ്റുന്നില്ല. 1 കോടി ദിവസങ്ങൾ വേണ്ടേ ഓരോ ദിവസം പോയി വരണമെങ്കിൽ? ഇയാളെന്താ ഇയാൾ ഈ മിൽക്ക് അല്ലെങ്കിൽ ഈ ബീജം ടാങ്കർ ലോറിയിൽ പിന്നാലെ കൊണ്ട് നടക്കേണ്ടി വരും. ഇത് എൻ്റെയാണെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലേക്ക് കലക്കിയിട്ട് ബാക്കി വെള്ളം ചേർത്ത് അടിച്ചു കൊടുക്കാൻ, ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു കൊടുക്കാനാണ്. ഇത് ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇയാൾ എങ്ങനെ ഈ റബ്ബറിൽ മരുന്നടിക്കുന്ന പോലെ ഹെലികോപ്റ്ററിൽ എല്ലാ പെണ്ണുങ്ങളിലെയും മുറ്റത്ത് നിർത്തിയിട്ട് സ്പ്രേ അടിച്ചിട്ട് പോലെ വാഹനത്തിൻ്റെ സൗണ്ട്. അപ്പോൾ ഇത് ഹെലികോപ്റ്ററിൽ യേശു വന്നിട്ട് ഈ സാധനം തൂക്കിയിട്ടിട്ട് എല്ലാ സ്ത്രീകളുടെ ശരീരത്തിലേക്ക് മഴ പെയ്യണ പോലെ സ്പ്രേ അടിക്കാൻ പറ്റുമോ? റബ്ബർ എസ്റ്റേറ്റിൽ മരുന്നടിക്കുന്ന പോലെ ഈ 1 കോടി പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ഉടായിപ്പും ഇതുപോലെ ഡിപ്പാൾട്ട് പിടിച്ചൊരു മതം ലോകത്തുണ്ടോ സഹോദരന്മാരെ? ഇത് എൻ്റെ ഈ വീഡിയോ കന്യാസ്ത്രീകൾ കാണണം, ക്രിസ്ത്യാനി സ്ത്രീകളും കാണണം. ക്രിസ്ത്യാനി സ്ത്രീകളുടെ ഈ കന്യാസ്ത്രീകളുടെ അച്ഛനും അമ്മയും കാണണം. വിനീതമായി ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഞാനൊരു സഹോദരൻ, നിങ്ങളുടെയൊക്കെ അനിയൻ്റെ പ്രായം എനിക്കുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരുടെ മക്കൾ എന്നാണ് വിചാരിക്കുക. എൻ്റെ ഏജിൻ്റെ ലെവലിൽ സഹോദരന്മാരുടെ മക്കളിന് ഒരിക്കലും കന്യാസ്ത്രീയായി വിടരുത് എന്നാണ് കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം. എന്നാലെങ്കിലും ഭാരതത്തിലെ ജനങ്ങൾ രക്ഷപ്പെട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിത് ഒരിക്കലും ഒരു മതത്തിനെ അപമാനിക്കില്ല. ഈ ഡിഫോൾട്ട്, ഈ ബ്ലണ്ടർ മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാട്ടുകയാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ നമ്മൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വരുന്നുണ്ടല്ലോ, ഈ 10,000-കണക്കിന് ആൾക്കാരിനെ ഹെലികോപ്റ്ററിൽ. അതുപോലെ കുടുംബം ഉണ്ടാക്കുക. മറ്റേ ഈ യേശുവിന് വന്നിട്ട് ഇത്ര പന്ന സാധനം വെച്ചിട്ട് 1 കോടി സ്ത്രീകൾക്ക് എങ്ങനെ കുടുംബം ഉണ്ടാക്കി കൊടുക്കും? എങ്ങനെ സ്പ്രേ പിന്നെ എങ്ങനെ ഇവർ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും? ഇത് പോരാണ്ട് ലോകം മുഴുവനുള്ള 150 രാജ്യങ്ങളിൽ 10 ലക്ഷം വെച്ചിട്ട് കൂട്ടുക, ഒക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ട്. ഒരു സെക്കൻഡ്. അപ്പോൾ ഈ യേശു എന്ന് പറയുന്ന സഹോദരൻ, ഈ സായിപ്പ് ഇപ്പോൾ 2ാം പ്രാവശ്യം ജനിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. ഈ കന്യാസ്ത്രീകൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യം കിട്ടി, യേശു ഇവരുടെ കല്യാണം കഴിക്കാമെന്നാണ് പിന്നെയുള്ള ഇവരുടെ വിശ്വാസം. എൻ്റെ സഹോദരിമാരെ, എൻ്റെ ഏത് ഭാഷയിലാണ് നിങ്ങളെ വിളിക്കേണ്ടത്? എൻ്റെ അനിയത്തിമാരെന്ന് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഞാൻ ബഹുമാനം കൊണ്ടാണ് ഇത് വിളിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം വ്യത്യാസങ്ങളുണ്ടെങ്കിലും ബഹുമാനം കൊണ്ട് വിളിക്കുകയാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മണ്ണോട് മണ്ണ് ലയിച്ചു പോയി പുഴുവ് തിന്നും, അല്ലെങ്കിൽ പുഴുവില്ലെങ്കിൽ ഉപ്പാണെങ്കിൽ അതങ്ങനെ ദ്രവിച്ചു പോകും. പിന്നെ നിങ്ങളുടെ കന്യക എന്ന് പറയുന്ന ഈ കടലാസിൻ്റെ കനമുള്ള ഈ സാധനം യേശുവിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഈ മണ്ണിൽ ലയിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? ഈ സമൂഹത്തിൽ ഈ ഇത്രയും കാലഘട്ടം ഇൻ്റർനെറ്റ് എല്ലാം പുരോഗമിച്ച് ഭാരതത്തിൽ ജനാധിപത്യമായി, ഇത്രയും വലിയ ആധിപത്യമായിട്ട് നിങ്ങൾക്ക് ഒരു തലച്ചോറിൻ്റെ ഒരു അംശത്തിൻ്റെ ഒന്നുമില്ലേ നിങ്ങളുടെ തലയിൽ? ഒരു സ്ത്രീക്ക് പോലും ചിന്തിക്കാനില്ലേ? ഈ സ്ത്രീനെ കന്യാസ്ത്രീയാക്കി വിടുന്ന തന്തിയും തള്ളിക്ക് ഇത് ആലോചിക്കാനില്ലേ? അമ്മമാർക്ക് ആലോചിക്കാനില്ലേ? എൻ്റെ ഈ കന്യാസ്ത്രീകളുടെ ആങ്ങളമാർക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയില്ലേ? നിങ്ങളൊക്കെ മൊണ്ണകളാണോ? ഈ സോഷ്യൽ മീഡിയൻ്റെ ഭാഷയിൽ പറഞ്ഞ ബുദ്ധിയില്ലാത്തവന്മാരാണോ? മനുഷ്യ ശരീരം ഭൂമിയിൽ മണ്ണോട് മണ്ണ് ലയിച്ച് പോയി കഴിഞ്ഞാൽ ഈ കന്യക എന്നുള്ള കടലാസ് സാധനം എങ്ങനെ യേശുവിന് കണ്ടുപിടിക്കാൻ സാധിക്കും? ഈ സായിപ്പിന് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ആ സെക്ഷന് ഇപ്പോൾ ഇതാണ് ഇത് നിങ്ങളുടെ മതത്തിൻ്റെ ഓരോ അടിസ്ഥാനം. ഇനിയും ഒരു സെക്ഷനും കൂടിയുണ്ട്. നിങ്ങൾ കന്യക സ്ത്രീ എന്ന് പറഞ്ഞ് മഠത്തിൽ ജീവിക്കുന്നുണ്ട്, നിങ്ങൾ പോകുന്നുണ്ട്. നിങ്ങളുടെ കന്യകത്വം പെർഫെക്റ്റ് ആണോ അല്ലേ എന്നുള്ളതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഗവൺമെൻറ് നിങ്ങൾക്ക് തരുന്നുണ്ടോ? അതിൽ നിങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാർ പാസ്റ്റർമാർ തരുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ടാണോ? അല്ല, നിങ്ങൾ വെറുതെ പറഞ്ഞു നടക്കുകയാണ്. ഞാൻ നിങ്ങളെ അപമാനിക്കുകയല്ല, ഒരു സ്ത്രീനെ അപമാനിക്കണമെന്നും എനിക്ക് താല്പര്യമില്ല. ഈ സെക്ഷനെ എൻ്റെ അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 15 വയസ്സാകുമ്പോൾ നിങ്ങൾ കന്യകയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാം.
എന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊതുസമൂഹത്തിൽ പരസ്യം ചെയ്യണം നിങ്ങളുടെ മതത്തിന്. അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കന്യകയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണം. എല്ലാ കന്യാസ്ത്രീകളും കൂടിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും പോകുക. ഇപ്പോൾ മുളങ്ങൊന്നും ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, കോട്ടയം ആയിക്കോട്ടെ, KSRTC ബസ് ഗവൺമെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ ടിക്കറ്റിൽ ഇപ്പോൾ ടൂറൊക്കെ ആയില്ല, അതുപോലെ നിങ്ങൾക്ക് സഹായിക്കും. എല്ലാവരെയും കൂടി ചെക്ക് ചെയ്തിട്ട് എല്ലാവരും പാസ്സാകുന്നവരെ മാത്രം റിട്ടേൺ ആ ബസ്സിൽ തന്നെ കയറ്റി മഠത്തിലാക്കുക. പാസ്സാകാത്ത വ്യക്തികളിനെ ഈ സഹോദരിമാരെ എന്ത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരിൻ്റെ ഈ കടലാസ് ആരാണോ പൊട്ടിച്ച് കളഞ്ഞ് അവരിനെ കൊണ്ട് കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ പറയുക. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. ഒരു പെണ്ണിന് ഒരു ഭർത്താവിൻ്റെ സ്നേഹം പോലെ തന്നെയാണ് അതിൻ്റെ 1000 ഇരട്ടി സ്നേഹമാണ് ആ പെണ്ണ് പ്രസവിച്ച ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് കൊടുക്കുന്ന സ്നേഹം. ആ അനുഭവം ഉള്ള സ്ത്രീക്ക് ഒരു മകൻ എന്താണെന്ന് ബഹുമാനിക്കാൻ കിട്ടുള്ളൂ. ഒരു പെണ്ണിന്, പെണ്ണായി ജീവിച്ച ഒരു പെണ്ണിന് ഒരു മകൻ്റെ സ്നേഹവും ഒരു മകളുടെ സ്നേഹവും ഭൂമിയിൽ പറഞ്ഞറിയാം, അതിന് വിലമതിക്കാൻ പറ്റാത്ത സ്നേഹമാണ്. ഒരു ഭർത്താവ് എന്ന് പറയുന്നത് ഒരു സുഖത്തിന് വേണ്ടി, കാമത്തിന് വേണ്ടി അതിൻ്റെ അടുത്ത് പോകുന്നതാണ്. അത് കഴിഞ്ഞാൽ ഈ ഭർത്താവ് ഈ മക്കളുടെ അടുത്ത് ഒരു 15% മാത്രമേ ജീവിതത്തിൽ നിൽക്കുന്നുള്ളൂ. 100% ഈ അമ്മയാണ് മരിക്കുന്നത് വരെ മകനെ എന്ന് പറഞ്ഞിട്ടും മകളെ എന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഈ മനുഷ്യ ശരീരത്തിൽ ഒരു മാക്സി ഇട്ടത് കൊണ്ട് ഇവൾ കന്യകയാണ്, ഈ ജീവിതം മുഴുവൻ ഇങ്ങനെ മരിക്കണമെന്ന് ഒരു മതവും പഠിപ്പിക്കുന്നത് ശരിയല്ല. ഇത് 100% സയൻസിന് തെറ്റാണ്. ഞാൻ എൻ്റെ ദൈവത്തിനൊന്ന് കുറ്റം പറയാം. എൻ്റെ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പരമശിവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറ്റം പറയാം. ഇത് എന്തിനാ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പരമശിവനെ പോലും വിഷ്ണു മോഹിനി വേഷം കെട്ടിയപ്പോൾ ആ ആകർഷണത്തിൽ വീണു പോയിട്ട് നമ്മുടെ മണികണ്ഠസ്വാമി അയ്യപ്പസ്വാമിക്ക് ജന്മം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പരമശിവന് പോലും ഈ സ്ത്രീൻ്റെ മുന്നിൽ ജീവിതം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മാക്സി ഇട്ട് നടക്കുന്ന ഈ പാസ്റ്റർമാർക്ക് എങ്ങനെ കൺട്രോൾ പോകാണ്ടിരിക്കും? ഇവരൊക്കെ എന്ത് നിലവാരമാണ് ഉള്ളത്? സാധാരണ മനുഷ്യന്മാർ, സാധാരണ അച്ഛനും അമ്മയ്ക്ക് പ്രസവിച്ച യുവന്മാർക്കൊക്കെ എന്ത് നിലവാരം ഉണ്ടാകുക എന്നുള്ളത് ചിന്തിക്കാൻ നമുക്ക് ബോധമില്ലേ? കന്യാസ്ത്രീകളെ നിങ്ങളുടെ ഞാൻ സ്പെഷ്യലായിട്ട് പറയുകയാണ്. കന്യാസ്ത്രീകളെ എന്ന് ഉദ്ദേശിക്കുക എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുക, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ മക്കളാണ് ഈ പാസ്റ്റർമാർ മുഴുവൻ. ഒരു വ്രതം പോലും എടുക്കുന്നില്ല. ഇറച്ചിയും മീനും അതേമാതിരിയുള്ള പല വേസ്റ്റ് സാധനങ്ങളും തിന്ന് ജീവിക്കുന്ന യുവന്മാർക്ക് എന്ത് നിലവാരം ഉണ്ടാകും? ഇവർ കേദാർനാഥിലോ ബദ്രിനാഥിലോ വ്രതമെടുത്ത് ജീവിക്കുന്നവരല്ല. നമ്മളുടെ കൂടെ ഈ വെറും ബടായി, ഈ പുസ്തകത്തിലുള്ള ബടായി മാത്രം പെണ്ണുങ്ങളുടെ മാക്സി ഇട്ടിട്ടാണ് ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവനിക്ക് ലൈംഗിക സുഖം വേണ്ടേ എന്നല്ല, അവൻ്റെ ശരീരത്തിൽ അതുണ്ട്. മനുഷ്യൻ്റെ ഹിന്ദുമതം പഠിപ്പിക്കുന്നത് തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ 1-ാം നമ്പർ കാമമാണ്, 2-ാം നമ്പർ ക്രോധമാണ്, 3-ാം നമ്പർ വെള്ളം, വായു, അഗ്നിൻ്റെ ഒരു അംശം എന്ന് പറഞ്ഞാൽ തീ കത്തുന്ന എല്ലാ ശരീരത്തിൽ ഒരു അംശം ചൂടുണ്ടെങ്കിലേ മനുഷ്യ ശരീരം നിൽക്കുള്ളൂ എന്നാണ് അതിനർത്ഥം. അല്ലാണ്ട് തീയും കൊണ്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചു എന്നല്ല അതിനുള്ള അർത്ഥം. പ്രത്യേകിച്ചിട്ട് പറയുകയാണ്, ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ബ്ലണ്ടർ മിസ്റ്റേക്ക് ഉള്ള ഈ മതം നിങ്ങൾ ഭാരതത്തിലുള്ള സഹോദരിമാരെ, നിങ്ങൾ ഇനി ഇതുകൊണ്ട് നടക്കണോ? ഈ ഒരു ബടായി മതം കൊണ്ട് നിങ്ങൾ നടക്കണോ? നിങ്ങളിപ്പോൾ തൽക്കാലം എന്നെ ബുദ്ധിമുട്ടിക്കാൻ ചിലപ്പോൾ ഏതെങ്കിലും കോടതികളിലൊക്കെ പോകും, ഞാൻ ജാമ്യം എടുക്കേണ്ടി വരും, എല്ലാം അതിൻ്റെ ഉള്ളിൽ കിടക്കും. അത് ഒരു വാസ്തവമാണ്. ആ സെക്ഷൻ അങ്ങനെ കിടക്കട്ടെ. ഞാനിത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ ഭാരതത്തിൽ ഇത്ര സ്വർഗം പോലെ ഒരു രാജ്യത്ത് ഇത്രയും ബുദ്ധിയില്ലാണ്ട് നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ ഒരാളിനെ അപമാനിക്കുകയല്ല. ഇത്രയും ബ്ലണ്ടർ മിസ്റ്റേക്കുള്ള ഈ ജീവിതം നിങ്ങൾ നയിച്ചിട്ട് എന്ത് നിങ്ങൾക്ക് നേടാൻ കിട്ടി? ഈ 2000 വർഷമായിട്ട് കന്യാസ്ത്രീകൾ നടക്കണതിൽ എന്ത് ഒരു കന്യാസ്ത്രീക്ക് പോലും യേശുവിൻ്റെ കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഈ 2025 പോയിട്ട് 2030 ആയാലും യേശു 2-ാം പ്രാവശ്യം ജനിക്കുന്ന വല്ല ഉറപ്പുമുണ്ടോ? ഇല്ല. അതേപോലെ കന്യാസ്ത്രീകളുടെ ജീവിതം
ത്തിൻ്റെ ഈ സെക്ഷൻ ആയി. ഇനി കന്യാസ്ത്രീകളുടെ വേറൊരു ഡിഫോൾട്ടും കൂടിയാണ് ഇനി ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പറയുന്നത്. 2000 വർഷമായി ഇപ്പോഴും കന്യാസ്ത്രീകളുണ്ട്, ഇനിയും കന്യാസ്ത്രീകളുണ്ടാകും. ഇത് എൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ജനറലായിട്ട് ബുദ്ധി വരും. പ്രകൃതി നിയമം അങ്ങനെയാണ്, പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കും. അതൊരു പ്രകൃതി നിയമം. അപ്പോൾ ഈ കന്യാസ്ത്രീകൾ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ, ഭാരതത്തിൽ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ ഒരു 100 വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ഏകദേശം ബുദ്ധി വന്ന് ഇത് ഉണ്ടാകില്ല, ഈ കന്യാസ്ത്രീ എന്ന് പറയുന്ന വർഗം ഉണ്ടാകില്ല. അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കും. ഈ ഭാരതത്തിൽ സതി എന്ന് പറയുന്ന ഒരു ഹിന്ദുമതത്തിൻ്റെ ഒരു സംഭവം ഇല്ലാണ്ടായി ഇപ്പോൾ പുസ്തകത്തിൽ പഠിപ്പിച്ചില്ലേ, അതേപോലെ 2000 വർഷമായിട്ട് ഒരു സായിപ്പിനെ ആലോചിച്ചു ഒരു യേശുവിനെ കല്യാണം കഴിക്കാമെന്ന് പ്രാർത്ഥിച്ച് ജീവിച്ച ആൾക്കാർ ജീവിച്ച കാലം നമ്മുടെ ഈ കാലമായിരുന്നു. 2000 വർഷമായിട്ട് ഇത്ര കാലം വരയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും. പരിഹാസത്തോടു കൂടിയും അന്നത്തെ കുട്ടികൾ, ഞങ്ങളുടെയൊക്കെ മക്കൾ എന്ന് വെച്ചാൽ ഭാരതത്തിലെ ജനങ്ങളുടെ മക്കൾ ആലോചിച്ച് ചിരിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരുടെ കാലമായിരുന്നു ആ കാലമെന്ന്, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നുവെന്നും ഭാരതത്തിലെ ജനങ്ങൾ പഠിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കന്യാസ്ത്രീകൾക്ക് സെക്ഷൻ ഇത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരുപാട് കഥയുണ്ടെങ്കിലും പിന്നെ അവരിൻ്റെ വേറെ ഡിപ്പാർട്ടും കൂടി ഉണ്ട്, അതും വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. അതിൻ്റെ സെക്ഷനിലേക്ക് അതിൻ്റെ സെക്ഷനിലേക്ക് വരാം. ഭാരതത്തിൽ അനാഥ മഠങ്ങളുണ്ട്, അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരുപാടുണ്ട്. കേരളത്തിലുണ്ട്, ഭാരതം മുഴുവനുണ്ട്. അതിൽ ഭാരതത്തിൽ കുറച്ച് എസ്റ്റിമേറ്റായിട്ട് പറയാം, മറ്റുള്ളതൊക്കെ നമുക്ക് ബാക്കി ബാലൻസ് വയ്ക്കാം. ഇവർ ചെയ്യുന്നത്, ഈ ക്രിസ്ത്യൻ മിഷനറിമാർ ചെയ്യുന്നത്, ഈ വികലാംഗരായ വ്യക്തികളെയും അസുഖം ബാധിതരായ വയസ്സായ ആൾക്കാർ, ഇവരിനെയൊക്കെ ഇവർ നന്നായി മെയിൻ്റെനൻസ് ചെയ്ത് മതം നോക്കാണ്ട് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് അതൊരിക്കലും തെറ്റല്ല, അത് നല്ല കാര്യം തന്നെയാണ്. അവരിന് ഒരു കടുകുമണിൻ്റെ ഗ്യാപ്പ് പോലും ഞാൻ വിമർശിക്കുന്നില്ല. അത് വിമർശിക്കാൻ എനിക്ക് തോന്നാണ്ടിരിക്കട്ടെ, എൻ്റെ മനസ്സിൽ അങ്ങനെയില്ല, ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. ഒരു വികലാംഗനെയോ ഒരു അസുഖബാധിതനോ ഒരിക്കലും ഒരു കടുകുമണിൻ്റെ ഗ്യാപ്പ് പോലും അവരിനെ വിമർശിക്കാൻ പാടില്ല, അവരും ബഹുമാനിക്കണം. ആ സെഷൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇവർ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് നമുക്ക് കണ്ടെത്താം. ഭാരതത്തിൽ ജനിക്കുന്ന മൃഗമായിക്കോട്ടെ, പുൽച്ചാടി ആയിക്കോട്ടെ, പൂച്ചയായിക്കോട്ടെ, നായ ആയിക്കോട്ടെ, ഏത് മൃഗം എടുക്കാം, മനുഷ്യനെടുക്കാം, ഒരു അമ്മ പ്രസവിക്കാണ്ട്, ഒരച്ഛനില്ലാണ്ട് ഒരു കുഞ്ഞ് പോലും ജനിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ജനിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ഈ രണ്ടും കൂടി ആണിൻ്റെയും പെണ്ണിൻ്റെയും ബീജം കലന്നാൽ മാത്രമേ ഒരു കുഞ്ഞുണ്ടാകുള്ളൂ. ഭാരതത്തിലെ ഈ 2025 കാലഘട്ടത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇനി പുതിയ AI സംവിധാനത്തിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഭാരതത്തിലെ ഈ ക്രിസ്ത്യാനികളുടെ അനാഥ കുട്ടികളുടെ മന്ദിരങ്ങളുണ്ടല്ലോ, ഇവിടെ എല്ലാ കുട്ടികളുടെയും DNA പരിശോധിച്ചിട്ട് അതാത് അച്ഛൻ്റെയും അതാത് അമ്മൻ്റെ അടുത്തും കുട്ടികളെ ഏൽപ്പിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. അച്ഛനും അമ്മയ്ക്കും നോക്കാൻ കഴിവില്ലെങ്കിൽ ഗവൺമെൻറ് രേഖാപ്രകാരം ആ കുട്ടീൻ്റെ ആധാർ കാർഡിൽ അച്ഛൻ്റെ അമ്മൻ്റെയും പേര് എഴുതി പിടിപ്പിച്ചിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവൻ ആ മഠത്തിലോ മറ്റുള്ളവിടെയോ അതിനേക്കാളും സൗകര്യമുള്ളവിടെ ഏൽപ്പിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇത് മതങ്ങളെ അപമാനിക്കുകയല്ല, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. 100-ൽ 99% കന്യാസ്ത്രീകൾ പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് അവരുടെ മഠത്തിലുള്ളത്. വെല്ലുവിളിക്കുകയല്ല, ഒരിക്കലും വെല്ലുവിളിയല്ല. നിങ്ങൾ ഏതെങ്കിലും മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്. 99% ഈ കന്യാസ്ത്രീകൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പള്ളിയിൽ അച്ഛന്മാരുടെ സംഗതികളാണ് ഈ അനാഥ മന്ദിരത്തിൽ 99%. അതിൽ 1% ഇവർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാട്ടി വഴിയിൽ പ്രസവിച്ച് ഓടിപ്പോയതിൻ്റെ കഥയൊക്കെ ഇട്ടിട്ട് ഇവർ സിമ്പതി പിടിച്ചു പറ്റും. ഇത് ഇവൻ്റെ ബാലൻസിങ് തന്ത്രമാണ്. ഇത് സ്വമേധയാ കേസെടുത്ത് നമ്മുടെ നാട്ടിലെ കോടതികൾ ഇടപെട്ട്
വഴിയിൽ പ്രസവിച്ചാലും ശരി, എവിടെ പ്രസവിച്ചാലും ശരി, അപ്പനും അമ്മയും ബന്ധപ്പെടാണ്ട് ഒരിക്കലും ഒരു കുഞ്ഞും ഉണ്ടാകുന്നില്ല. ഇതിന് DNA എടുക്കുന്നു, അത് നോക്കുന്നു, ഏതാണ് അച്ഛൻ ഏതാണ് അമ്മ എന്ന് പറഞ്ഞ് ആ കുട്ടിൻ്റെ ജന്മാവകാശമാണ് തന്തയും തള്ളനെയും ആരാണെന്ന് അറിയാൻ. ഇപ്പോൾ ജയലളിതയ്ക്ക് മകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ TV വിയിലൊക്കെ പറഞ്ഞ് നടക്കണ്ടല്ലോ. ഈ അവസ്ഥ ഒരിക്കലും ഭാരതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ കാശ്മീർ മുതൽ കന്യാകുമാരി വരയ്ക്ക് ഭാരതത്തിൻ്റെ അതിർത്തിയാണ്. ഇപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഈ ഭാരതത്തിലുള്ള മുഴുവൻ ജനങ്ങളും അഭിനന്ദിക്കും, നമ്മുടെ ഗവൺമെൻറ്റിനെ ലോകം മുഴുവൻ ബഹുമാനിക്കും. ആരും ഇതിനെ എതിർക്കില്ല. എതിർക്കുന്നത് ഈ മീസയില്ലാത്ത പാസ്റ്റർമാരെ അത്യാവശ്യം എതിർക്കുള്ളൂ. അത് പല തരത്തിലുള്ള ബടായായിരിക്കും ഇവർ പറയുക. ആ സെക്ഷൻ ഇന്നും നമുക്ക് നോക്കേണ്ട ഒരാവശ്യമില്ല. ഭാരതീയനാണോ, അവൻ്റെ ആധാർ കാർഡിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും പേര് വേണം. കന്യാസ്ത്രീയാണോ, ഓരോ വർഷവും ഇവർ കന്യകയാണോ എന്നുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുക്കണം. ഇന്നതിന് ശേഷം മാത്രം കന്യകയ്ക്കുള്ള റേഷൻ കാർഡും ക്ഷേമനിധി വരെ അവർക്ക് കൊടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ മറ്റുള്ളതൊക്കെ വേറെ സെക്ഷനാണെങ്കിലും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ ഇങ്ങനെ നിൽക്കട്ടെ. പിന്നെ അടുത്ത സെക്ഷൻ നിൽക്കട്ടെ, ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കട്ടെ. അടുത്ത സെക്ഷൻ ഭാരതത്തിലെയും ലോകം മുഴുവനും കേരളത്തിലും ഉള്ള പാസ്റ്റർമാരുടെ അവസ്ഥ. ആ സെക്ഷൻ ഞാനൊന്ന് അത് ഇതിൽ ഉൾപ്പെടുത്താം. ഒരു 50-55 വയസ്സിന് താഴെയുള്ള പാസ്റ്റർമാർ മുഴുവൻ മീസി ഉണ്ടായില്ല, താടി ഉണ്ടായില്ല. പെണ്ണുങ്ങളുടെ മേസി ഉണ്ടാകും, അടിവസ്ത്രവും ഏകദേശം അവർ ഇടില്ല. ഞാൻ പൊക്കി നോക്കിയൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കണ്ട. ഞാൻ പറയുന്നത് ഈ എസ്റ്റിമേറ്റാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തെളിവിന് വേണ്ടിയിട്ട് അവൻ 3-4 പാൻറ് ഇട്ടിട്ട് ഇത്ര എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അതല്ല അതിനർത്ഥം. ഇതിനർത്ഥം ജനറലായിട്ട് അവർ ഇടുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാം, അതിലൊന്നും ഒരു അർത്ഥമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമമില്ലാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ജനിക്കുന്നുമില്ല. 1-ാം നമ്പർ ശരീരത്തിൻ്റെ കാമമാണ്. അപ്പോൾ ആ സെക്ഷൻ അങ്ങനെ പോട്ടെ. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കന്യാസ്ത്രീകൾ തല മൂടിയിട്ട് ഇങ്ങനെ മൂടിയിട്ടൊക്കെയാണ് അവർ മാക്സി ഇടുന്നത്, മൊത്തത്തിൽ കവറിങ് ആയിട്ട് ഇടുന്നത്. ഇതേ സാധനം ഈ മീസി ഇല്ലാത്തവന്മാർ ഇട്ടാലും ഏതെങ്കിലും നടന്നാലും ഇത് പെണ്ണോ ആണോ എന്ന് സാധാരണക്കാർക്കല്ല ആർക്കും മനസ്സിലായില്ല. ക്യാമറയിൽ പെട്ടാൽ പോലും ക്യാമറയ്ക്ക് അറിയില്ല. AI ക്യാമറ പോലും നാണിച്ചു പോകും ഇവർ ഇങ്ങനെ ഇട്ട് നടന്നു കഴിഞ്ഞ് ഇതാണോ പെണ്ണോ എന്ന് അറിയാണ്ട്. ഇത് മഠത്തിലായാലും ശരി, വെളിയിലായാലും ശരി, ഏത് റൂമിലേക്ക് വേണമെങ്കിലും ഇവർക്ക് കയറിച്ചല്ല, ഏത് ലോഡ്ജിൽ വേണമെങ്കിൽ കയറിച്ചല്ല. ദിലീപിൻ്റെ പടത്തിൽ പറയുന്നുണ്ടല്ലോ, എന്താ പേര് ചോദിക്കുമ്പോൾ ഒരു ഇത് പറയുന്നുണ്ട്, അപ്പോൾ രാത്രി നിലാവ് കാണാനാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമ പോലെയാണ് ഈ അവസ്ഥ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ മീസ ഇല്ലായ്മയിൽ ഇവർ നടക്കുന്നതിൻ്റെ മെയിൻ കാരണം. ഇവർ വേഷം മാറിയിട്ട് കന്യാസ്ത്രീകളുടെ ഡ്രസ്സ് ഇട്ടിട്ട് എവിടെയും കയറി ചെല്ലാമോ, ഏത് റൂമിലും കയറി ചെല്ലാനാണ് ഇതിൻ്റെ ജനറലായിട്ടുള്ള അറിവ്. അപ്പോൾ ഈ ഏത് കന്യാസ്ത്രീൻ്റെ ആയാലും ഈ പാസ്റ്റർമാർ പെക്കോട്ടെ, അതൊരിക്കലും ഒരു തടസ്സം ഞാൻ പറയുന്നില്ല. പ്രായപൂർത്തിയായവർ പബ്ലിക്കാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇത് സയൻസാണ്. മനുഷ്യന് ഈ സെക്സ് ആവശ്യമാണ്. ഏകദേശം ഒരു ചെറിയ വയസ്സായി കഴിഞ്ഞാൽ ഒരു 10-60 വയസ്സ് വരെ ഇത് ആവശ്യമാണ്. അതിലൊരു തെറ്റുമില്ല. ഇത് പ്രകൃതി നിയമമാണ്. പ്രകൃതിയിലൊരു ശക്തിൻ്റെ അതൊരു ലെവലിൽ പോണതാണ്. അപ്പോൾ ഇതൊന്നും ഒരു തെറ്റല്ല. അപ്പോൾ ഇങ്ങനെ ഒളിച്ചു വയ്ക്കുന്നതിനും ഈ കുട്ടികളുടെ ആധാർ കാർഡിലും അഡ്രസ്സിലും അച്ഛനില്ല അമ്മയില്ല എന്ന് എഴുതി പിടിപ്പിക്കുന്നത് ഭാരതത്തിൻ്റെ നിയമത്തിൻ്റെ ചെറിയൊരു പോരായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത്. വ്യക്തമായിട്ട് പറയുകയാണ് ഞാൻ. അപ്പോൾ ഈ സെക്ഷൻ മതി. ഇനി അടുത്ത സെഷനിലേക്ക് കടക്കാം. ഒരു സെക്കൻഡ്. നമസ്കാരം. അടുത്ത സെഷൻ ഈ ക്രിസ്ത്യൻ പാസ്റ്റർമാർ നമ്മുടെ ഭാരതത്തിൻ്റെ ഈ വനമേഖലയിലും വനവാസികളായ ആൾക്കാരിലും മാത്രമാണ് ഇവർ കൂടുതലും ഈ പ്രവർത്തനം ചെയ്യുന്നത്. അവിടെ ഏത് ദൈവം വന്നാലും ആര് വന്നാലും അവർ സ്വീകരിക്കാം. അവർക്ക് പട്ടിണിയാണ് അവരുടെ പ്രശ്നം. ഈ പട്ടിണി മാറ്റാൻ ഈ പാസ്റ്റർമാർ പെക്കോട്ടെ, അതിലും ഞാൻ തടസ്സം പറയുന്നില്ല. അവർക്ക് ജോലി കൊടുത്തോട്ടെ, അതും ഞാൻ തടസ്സം പറയുന്നില്ല. അവർക്ക് 2 നില വീട് വെച്ച് കൊടുത്താലും എനിക്ക് ഒരു തടസ്സമില്ല, ആരും തടസ്സം പറയില്ല. ഒരു സംഘടനയും ഏകദേശം ഒരു തടസ്സവും പറയുന്നില്ല.
ഒരു വയ്യാണ്ട് കിടക്കുന്ന ആളാണെങ്കിലും ഒരു ദാരിദ്ര്യം പിടിച്ച ആളാണെങ്കിലും ഒരു പിച്ചക്കാരനായാലും അയാൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത് നന്മയുള്ള കാര്യമാണ്. അതിൽ ഒരു തടസ്സം ആർക്കുമില്ല. ഈ ഭൂമിയിൽ ആരും അതിനൊരു തടസ്സവാദം ഉന്നയിക്കില്ല. അവനെ എന്തിന് ജാതി മാറ്റുന്നു? ജാതി മാറ്റേണ്ട കാര്യമില്ലല്ലോ. ജാതി മാറ്റുമ്പോൾ അത് കളി മാറും. അത് എങ്ങനെ മാറും? മുസ്ലിം രാജ്യത്ത് പോയിട്ട് ക്രിസ്ത്യാനിയാകുന്ന പറഞ്ഞ് ഈ പാസ്റ്റർമാർ പോയാൽ കൈയുണ്ടാകില്ല, തലയുണ്ടാകില്ല. അവർ എണ്ണയിലിട്ട് വറുത്ത് അവൻ്റെ തൊള്ളിയിൽ തന്നെ തുരുക്കി കൊടുക്കും. ഇപ്പം യമനിൽ പോട്ടെ, പാകിസ്ഥാനിൽ പോട്ടെ, ബംഗ്ലാദേശിൽ പോട്ടെ, ഞാൻ പാസ്റ്ററാണ്, നീ ഒന്ന് മതം മാറുവാന്ന് പാട്ട് പാടാൻ പോട്ടെ. എന്തിനേറെ പറയുന്നു സുഹൃത്തുക്കളെ? ചൈനയിൽ പോകാൻ പറ്റുമോ? നീ ചൈനക്കാരെ, നീ ഒന്ന് ക്രിസ്ത്യാനിയാകും പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? സമ്മതിക്കുമോ? അപ്പോൾ ഇതാണ് ഇവന്മാർ. ഭാരതത്തിലെ ജനങ്ങൾ അത്രയും മര്യാദയും ബഹുമാനവും ഭാരതീയ പൗരനായതുകൊണ്ടാണ് ഈ കളി മുഴുവൻ നടക്കുന്നത്. ഈ ക്രിസ്ത്യാനികൾ, ഇപ്പോൾ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ഒരു മുസ്ലിം രാജ്യത്ത് പോലും പോയിട്ട് മതം മാറ്റാൻ ഇവർ ശ്രമിക്കില്ല. അപ്പോൾ ഇവർക്ക് ഈ മതം ചക്കരയാണെങ്കിൽ എന്താ വിളമ്പി കൊടുത്തുകൂടെ? അങ്ങനെ ചക്കര എല്ലാവരും നക്കി എടുക്കുമല്ലോ. അപ്പോൾ ഈ ചക്കര മതം ഇവർക്ക് എവിടെയും വിളമ്പാൻ പറ്റുന്നില്ല. ഇവർ ചെയ്യുന്നത് ഈ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ സ്വഭാവം തന്നെ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ഒരു രാജ്യത്തിനെ ആക്രമിക്കുക. അവിടെ സുഖമില്ലാണ്ട് കിടക്കുന്ന ആൾക്കാരിനെയും വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരിനെയും ഈ യുദ്ധത്തിൽ കയ്യും കാലും പോയ ആൾക്കാരിനെയും പാട്ടുപാടിയിട്ടും സ്നേഹം നടിച്ചിട്ടും അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തിട്ടും അവരിനെ ഈ മതത്തിലേക്ക് ഉൾപ്പെടുത്തുക. ഇതിവൻ്റെ തന്ത്രമാണ്. ഓരോ രാജ്യങ്ങളുടെ കഥയെടുത്താലും ഇവർ ചെയ്യുന്നത്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇവർ മതം മാറ്റുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം ഇവരാദ്യം ബിസിനസ്സിന് വേണ്ടി പോകും. പിന്നെ അവിടുത്തെ മിലിറ്ററി കാര്യങ്ങൾ ഇവർ പഠിക്കും. എന്നിട്ട് യുദ്ധം ചെയ്യും. എന്നിട്ട് അവിടെ പരിക്ക് പറ്റിയവരിനെയൊക്കെ ഇവർ മാക്സിയിട്ട് പോയി കുരിശുമാലയും കൊണ്ട് പോയിട്ട് കഥ വിട്ട് അവരിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു സെറ്റിൽമെൻറ്റ് ചെയ്ത് മതം മാറ്റും. ഇത് ഭാരതത്തിലും ഇവർ 450-500 വർഷങ്ങൾക്ക് മുന്നേ ഈ പരിപാടി ചെയ്ത് ഒരുപാട് ആൾക്കാരിനെ ഇങ്ങനെ മതം മാറ്റി. അതിലെ കുറച്ച് ആൾക്കാരാണ് ഇവന്മാർ, ഈ പാസ്റ്റർമാർ, നമ്മുടെ ഈ സൗത്ത് ഇന്ത്യക്കാർ. അപ്പോൾ ഇത് ഇവരിൻ്റെ പാരമ്പര്യ ഒരു പ്രകടനം തന്നെയാണിത്. ആ സെക്ഷൻ ഇത്രയേ ഉള്ളൂ ഇവരുടെ മതത്തിൻ്റെയൊക്കെ ക്വാളിറ്റി. ഒന്നിനും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഈ ക്വാളിറ്റിയാണ് ഇവരുടെ ഈ സംഭവം. ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം നമ്മൾ. ഈ ഭാരതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലെ പാസ്റ്റർമാർ ബ്രിട്ടനിലേക്ക് പോയാൽ ഇവർക്ക് മാർപ്പാപ്പിയാകാൻ കഴിയില്ല. കന്യാസ്ത്രീക്ക് മാർപ്പാപ്പിയാകാൻ കഴിയില്ല. അവരുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് മാർപ്പാപ്പിയാകാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ പോയിട്ട് മാർപ്പാപ്പിയാകുന്നുണ്ടോ? പള്ളിയിലെ പാസ്റ്ററാകുന്നുണ്ടോ? കുർബാന ചെല്ലാൻ പറ്റുമോ? പള്ളിയിൽ ഒരു കാര്യം മെയിനായിട്ട് ഒന്നും നടക്കാൻ പറ്റില്ല. തലയിൽ തുണിയിട്ടിട്ട് തന്നെ അവൾ ജീവിതം അവസാനിപ്പിക്കണം. ഈ കന്യാസ്ത്രീകൾ വെളിയിലെ കോളേജുകളിലോ മറ്റു സ്ഥാപനങ്ങളിലോ തൊഴിലിന് പോയി അവളുടെ ശമ്പളം മുഴുവൻ ഈ മടത്തിക്കാണ്. അല്ലാണ്ട് ഇവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരില്ല. എന്ന് വെച്ചാൽ അവളുടെ ജീവിതം മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ തിന്നു കൊഴുത്ത് ആഡംബര വസ്തുക്കൾ വാങ്ങി ഇവർ സെറ്റപ്പാക്കുക. ഇവർക്ക് ഒളിവ് ജീവിതത്തിൽ മക്കളും കുട്ടികളും വേറെ ഉണ്ടാക്കി വിടുക. ഇതാണ് നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഇതന്നെ ചെയ്യുന്നത്. അത് വെള്ളക്കാർക്ക് മനസ്സിലായി. അപ്പോൾ കന്യാസ്ത്രീ ആകാൻ ഇപ്പോൾ സ്ത്രീകളില്ലാത്ത അവസ്ഥയായി. ഇപ്പോൾ നമ്മുടെ ഈ കന്യാസ്ത്രീയും ഈ പാസ്റ്റർമാരിൻ്റെയും ഭാരതത്തിൻ്റെ വേറൊരു സെക്ഷനും കൂടി ഉണ്ട് ഇതേപോലെ. ഈ ബ്രിട്ടൻ, അമേരിക്ക, അതേപോലെ ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, യൂറോപ്പ് മുഴുവനായിക്കോട്ടെ, അതിൽ റഷ്യനെ പെടുത്തേണ്ട, കുറച്ച് രാജ്യങ്ങളിലും പെടുത്തേണ്ട, ഇവർ ആ രാജ്യക്കാരൻ്റെ പേര് ഇടുന്നില്ല നമ്മുടെ പാസ്റ്റർമാർ. ഇപ്പോൾ ജർമ്മനി, യൂറോപ്പിൻ്റെ മൊത്തം കൾച്ചർ വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിൽ ഏകദേശം 10 നായ്ക്കളുണ്ട്. നായ് വർഗം 10 എണ്ണം ഉണ്ട്. കേരളത്തിലും ഏകദേശം ഒരു 50-ൽ കൂടുതൽ നായ് വർഗമുണ്ട്. രാജപാളയമുണ്ട്, ചിപ്പിപ്പാറയുണ്ട്, കോമ്പയുണ്ട്, തെരുവ് നായ് സാധയുണ്ട്, ഒറീസ വേറെയുണ്ട്, ബീഹാർ വേറെയുണ്ട്, അതേപോലെ മഹാരാഷ്ട്രയിൽ വേറെയുണ്ട്. അങ്ങനെ പല ക്വാളിറ്റിയുള്ള പല നായ്ക്കളുമുണ്ട് ഭാരതത്തിൽ.
അതിൽ തെരുവ് നായി എടുക്കാം നമുക്ക്. ഏകദേശം ഒരു നായി, ഒരു സെഷൻ. അതേപോലെ നമുക്ക് യൂറോപ്പിലെ ജർമ്മൻ ഷിപ്പേഡ് എടുക്കാം. ഒരു 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 സെക്ഷൻ മതി, ഒരുപാട് ഇട്ടിട്ട് വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വേണ്ടിയിട്ടാണ് സഹോദരന്മാർക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിലെ തെരുവ് നായിക്ക് മുഴുവൻ പേര് ഡൊണാൾഡ് ട്രംപ് എന്ന് പേരിടുക. ജർമ്മനിയിലുള്ള ജർമ്മൻ ഷിപ്പേഡ് നായ്ക്കൾക്ക് ആ നാട്ടുകാർ ഡൊണാൾഡ് ട്രംപ് എന്ന് പേരിടുക, അല്ല അങ്ങനെ ഇടുക. ഇപ്പം നമ്മുടെ നാട്ടിലെ പാസ്റ്റർമാർക്ക് എലിസബത്ത്, മറ്റേ പെണ്ണുങ്ങൾക്ക് എലിസബത്ത്, മറ്റേ ഡയാന രാജകുമാരി, ഇങ്ങനെയുള്ള പേരുകൾ ഇടുന്ന പോലെ ഡൊണാൾഡ് ട്രംപ്, മൈക്കിൾ ജാൻസൺ, ഇങ്ങനെ റാബോട്ട്, ഇങ്ങനെയുള്ള ഐസ്റ്റീൻ, ഇങ്ങനത്തെ പേരൊക്കെയാണ് ഇവർ ആ പാസ്റ്റർമാർ ഇടുന്നതും പാസ്റ്റർമാർ മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ആ നാട്ടിലെ ജനങ്ങളും അവരുടെ അച്ഛൻ്റെ പേരുകളൊക്കെയാണ് അവരും ഇടുന്നത്. ഇവരിവിടെ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ജർമ്മൻ ഷിപ്പേഡ് നായ്ക്കൾക്ക് ജർമ്മനിക്കാർ ഡൊണാൾഡ് ട്രംപ് എന്നിട്ടു. നമ്മുടെ നാട്ടിലെ തെരുവ് നായിക്ക് ഈ ക്രിസ്ത്യൻ പാസ്റ്റർമാർ ഡൊണാൾഡ് ട്രംപ് എന്നിട്ടു. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഒരു 100 നായി നമ്മുടെ പുത്തിരിക്കണ്ടം മൈതാനത്തോ കോട്ടയം മൈതാനത്തോ പാലക്കാട് കോട്ട മൈതാനത്തോ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെടുക. ഒരു വലിയൊരു പരിപാടി നടക്കുകയാണെങ്കിൽ പരിചയപ്പെടുക. ഇപ്പോൾ നായ് ഷോ ഉണ്ടല്ലോ, പട്ടി ഷോ ഉണ്ടല്ലോ, ആ ഷോ വരുമ്പോൾ ജർമ്മനിയിൽ വന്ന നായ്ക്കളും നമ്മുടെ നായ്ക്കളും കൂടിയിട്ട് പരിചയപ്പെടുമെന്ന് വെക്കുക. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് വന്ന നായ്ക്കൾ പറയും, സഹോദരൻ എന്താ പേര്? ഡൊണാൾഡ് ട്രംപ്. അടാ അതെന്താ ഇതിൻ്റെ അവസ്ഥ? അവ തിരിച്ചു ചോദിക്കും, നിൻ്റെ പേരെന്താണ്? ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരേ പേര്, ഒരേ കാര്യങ്ങളെല്ലാം സെയിമായി. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് വന്ന ഡൊണാൾഡ് ട്രംപ് ചോദിക്കും, ജർമ്മൻ ഷിപ്പേഡ് നായി ചോദിക്കും, ഈ നിൻ്റെ നാട്ടിൽ ശരിക്കും നിന്നെ എന്താ വിളിക്കുന്നത്? ഈ ഡൊണാൾഡ് ട്രംപ് നിനക്ക് യജമാനിട്ട പേര്, പാസ്റ്റർ ഇട്ട പേര്, നാട്ടുകാർ നിന്നെ എന്താ വിളിക്കുന്നത്? അത് തെരുവ് നായി എന്നാണ്. എന്നാൽ എൻ്റെ നാട്ടിൽ എൻ്റെ യജമാനിട്ട പേര് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ എൻ്റെ നാട്ടുകാർ എന്നെ വിളിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡ് എന്നാണ്. ഇതാണ് ഭാരതത്തിലെ ജനങ്ങളിൻ്റെ ഈ യൂറോപ്യൻ കൺട്രിയിലെ പേരും നമ്മളുടെ തെരുവ് നായ്ക്കളുടെ ക്വാളിറ്റിയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ ഇവർ ഏത് പേരിട്ടിട്ട് യൂറോപ്പിൽ പോയാലും ഇത് ഭാരതീയനാണ്, ഇത് ഭാരതത്തിൽ പെറ്റു വളർന്നതാണ്, ഇതിന് ഇതേ ക്വാളിറ്റി ഉള്ളൂ, ഇവൻ പറ്റിക്കും, ഇവൻ കക്കും, മോഷ്ടിക്കും, വഞ്ചിക്കും, പോസ്കോ കേസിൽ പ്രതിയാകും, ഉടായിപ്പിൻ്റെ ഉസ്താദാണ്, യൂട്യൂബ് വീഡിയോയിൽ എന്തെങ്കിലും ബടായി വെച്ച് ജീവിക്കും, ഇങ്ങനെ പല തരികടിയും ചെയ്യുന്നതാണ് എന്നുള്ള യൂറോപ്യൻ കൺട്രിക്കാർക്ക് ഏകദേശം അവർക്ക് ഇപ്പോഴും മനസ്സിലായി. ഒരു 30 കൊല്ലം മുന്നേ ഞാനൊരു സിനിമ കണ്ടപ്പോൾ ആ സിനിമയിലെ ഈ കഥയുണ്ട്. നിങ്ങൾ ആ സിനിമേൻ്റെ കഥ എനിക്കിപ്പോൾ ഓർമ്മ വരില്ല, വീഡിയോയിൽ ഓർമ്മ വരില്ല. അങ്ങനെ ഒരു സിനിമയുണ്ട്. ഈ ഇന്ത്യക്കാരൻ്റെ സ്വഭാവം എന്താണെന്നും പാകിസ്ഥാൻകാരൻ്റെ എന്താണെന്നും അവരെ സിനിമ ഉണ്ടാക്കി വിട്ടിരിക്കുന്നു 30 കൊല്ലം മുന്നേ. അപ്പോൾ ഇതാണ്, ഇതുകൾ ഏത് പേരിട്ടിട്ട് ഭാരതീയൻ യൂറോപ്പിൽ പോയാലും അവർക്കറിയാം ഇതാണ് ക്വാളിറ്റി എന്നുള്ളത്. ഇതിന് പ്രത്യേകിച്ചിട്ട് വേറെ ക്വാളിറ്റി ഇല്ല. ഇതിനെ ഒരിക്കലും ബ്രിട്ടൻ്റെ ജനങ്ങളുടെ അടുത്ത് ഈ നമ്മളുടെ ജനങ്ങളെ എത്തിച്ചിട്ട് കാര്യമില്ല. അവർ തന്നെ, ഇവർ തന്നെ. ഇനിയിപ്പോൾ ഇതേപോലെ തെരുവ് നായി ബ്രിട്ടനിൽ പോയി അവിടെ 100 നായായിട്ട് ഇവർ സംവാദം ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ എന്താ നിൻ്റെ പേര് ചോദിക്കും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയും. അപ്പോൾ അതേപോലെ അവരുടെ കയ്യിൽ ചോദിക്കുമ്പോൾ അവരും പറയും ഡൊണാൾഡ് ട്രംപാണ്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ആരാ നിനക്ക് ഈ പേരിട്ട് തന്ന്? പള്ളിയിലെ പാസ്റ്റർ. ശരി, അപ്പോൾ നിൻ്റെ അച്ഛനിക്ക് റോളൊന്നുമില്ല പേരിടാൻ, അമ്മയ്ക്ക് റോളൊന്നുമില്ല? ഇല്ല, അതൊക്കെ പള്ളിയിൽ നിന്ന് തീരുമാനിക്കുന്നതാണ്. ഈ അവസ്ഥയാണ് നമ്മളുടെ തെരുവ് നായിക്കായാലും നമ്മുടെ ജനങ്ങളുടെ ആയാലും അവസ്ഥ. ഇനിയിപ്പോൾ യുവന്മാർ തന്നെ ഇമാനുവേല്, മൈക്രോണ്, ഡൊണാൾഡ് ട്രംപ്, എലിസബത്ത് എന്ന് പള്ളിയിലെ ജനങ്ങൾക്ക് പേരിട്ട് കൊടുക്കണ്ടല്ലോ. അത് അച്ഛനും അമ്മയ്ക്കും ഒരു റോളും ഇല്ല, സ്വന്തം മക്കൾക്ക് പേരിടാൻ പോലും. ഈ ചക്രമതത്തിൻ്റെ ഉള്ളിൽ ഇവർ ഇപ്പോൾ യൂറോപ്പിൽ പോയി അവിടെ ജനങ്ങളുടെ പറയുമ്പോൾ ആരാ ഞങ്ങൾക്ക് ഈ പേരിട്ട് തന്ന്? അപ്പോൾ അവർ പറയും, ഇവരുടെ പേര് ചോദിച്ചാൽ തന്നെ പറയും എന്താ പേര്? ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. ആ ശരി, യൂറോപ്യൻകാരൻ ചോദിക്കുമ്പോൾ ഇവർ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയും. അപ്പോൾ യൂറോപ്യൻകാരൻ തിരിച്ച് ചോദിക്കും, എടാ ഇത് എൻ്റെ അച്ഛൻ്റെ പേരാണല്ലോ, എൻ്റെ മുത്തച്ഛൻ്റെ പേരാണല്ലോ, നിനക്കങ്ങനെ ഈ പേര് കിട്ടി?
എൻ്റെ പള്ളിയിലച്ഛൻ പറഞ്ഞ് അത് ഞാൻ സ്വീകരിച്ചു. ഇപ്പോൾ യൂറോപ്യൻകാരൻ തിരിച്ച് ചോദിക്കും, എടാ ഇത് എൻ്റെ അച്ഛൻ്റെ പേരാണല്ലോ, അമ്മൻ്റെ പേരാണല്ലോ, അപ്പോൾ നിൻ്റെ നാട്ടിൽ അച്ഛനും അമ്മയ്ക്കും പേരിടാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലേ, ഒരു റോളും ഇല്ലേന്ന് എനിക്ക് എന്ന് ചോദിക്കും. സ്വന്തം തന്തയ്ക്ക് പോലും പേരിടാനുള്ള അവകാശമില്ലാത്ത യുവന്മാരാണ് പിന്നെ അവിടെ പോയിട്ട് അവരിനേക്കാളും വലിയ രാജഭക്തിക്കാരൻ. ഇപ്പോൾ ഇസ്രായേലിലെ ക്രിസ്ത്യാനി ഇല്ല എങ്കിലും ഇറ്റലിയിലും ബ്രിട്ടനിലും ജർമ്മനിയിലും ഉള്ള ക്രിസ്ത്യാനിനേക്കാളും ഉള്ള രാജ്യസ്നേഹമാണ് ഇവർ കാട്ടുന്നത്. രാജാവിനേക്കാളും വലിയ രാജ്യസ്നേഹമാണ് ഇവർ കാട്ടുന്നത്. ഭാരതത്തിലെ ജനങ്ങളുടെ പേര് പുച്ഛമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ പേരിട്ടിട്ട് അവിടെ പോയിട്ട് തെരുവ് നായിൻ്റെ വിലയും കൊണ്ട് തിരിച്ചു വരിക, എന്നിട്ട് മോങ്ങുക. ചില യൂട്യൂബർമാർ ഒളിച്ചും പാത്തിയും വീഡിയോ ഇറക്കണം, അവർ ഞങ്ങളെ ബ്രിട്ടൻകാർ തല്ലാൻ വന്നു, അടിക്കാൻ വന്നു എന്നുകൊണ്ട്. എന്താണ്, ഇപ്പം കറുത്തവനാണ്, അവർ ഇവനെ സ്വീകരിക്കില്ല. അവൻ്റെ പേരെന്താണെന്നറിയോ? അവൻ്റെ പേര് ഇമാനുവേൽ, സാമുവേൽ. ഈ പേരിട്ടവനാണ് ഒളിച്ചും പാത്തി അവിടെ വീഡിയോ പോയി ഞങ്ങൾ തല്ലാൻ വന്നു, അടിക്കാൻ വന്നു, കേരളക്കാർ അവിടെ ഓണം ആഘോഷിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള വടായൊക്കെ അവൻ അവിടെ നിന്ന് തള്ളിക്കൊണ്ടിരിക്കണം. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഇമാനുവേലായിട്ടാണല്ലോ പോയത്. ഇപ്പം നമ്മൾ നായിൻ്റെ കഥ പറഞ്ഞ മാതിരി, നായിക്ക് ഇവിടുത്തെ നായിക്ക് ഡൊണാൾഡ് ട്രംപ് എന്നിട്ട് ജർമ്മൻ ഷിപ്പേറിന് അവിടെയും ഡൊണാൾഡ് ട്രംപ് എന്നിട്ടപ്പോൾ അവിടുത്തെ ജർമ്മൻ ഷിപ്പേഡ് പറഞ്ഞ് എന്താ അതിൻ്റെ അടിസ്ഥാനം ചോദിച്ചപ്പോൾ ഇതാണ് ഇതിൻ്റെ കഥ. അപ്പോൾ ആ നായി അതേമാതിരി ആ നായി വേറൊരു ചോദ്യം കൂടി ചോദിക്കേണ്ടത്, അത് പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഇവിടുത്തെ നായ്ക്കൾ ജർമ്മനിയിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ മൈതാനത്ത് പോയി കഴിഞ്ഞാൽ ഇവൻ്റെ പേര് ഡൊണാൾഡ് ട്രംപ്, അത് സമ്മതിച്ച് അവിടുത്തെ ജർമ്മൻ ഷിപ്പേറിൻ്റെ പേരും ഡൊണാൾഡ് ട്രംപ്. ചന്തയിൽ വിൽക്കാൻ പോയി, എന്താ പേര്? ഡൊണാൾഡ് ട്രംപ്. ജർമ്മൻ ഷിപ്പേറിൻ്റെ പേരും ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഈ തെരുവ് നായ്ക്ക് ചന്തയിൽ വിറ്റാൽ എന്ത് വില കിട്ടും? വെറുതെ കൊടുത്ത ആൾക്കാർ കൊണ്ടുപോയില്ല. എന്നാൽ ജർമ്മൻ ഷിപ്പേർഡ് ഡൊണാൾഡ് ട്രംപിൻ്റെ വില എന്താണ്? ഏകദേശം 20,000 മുതൽ 2 ലക്ഷം വരെ വരും. അപ്പോൾ പേരിട്ടത് കൊണ്ട് പ്രത്യേകിച്ചിട്ട് ഒരു പ്രശസ്തിയും ഇല്ല ഭാരതീയന് ഭാരതത്തിൻ്റെ അന്തസ്സുള്ള പേരിട്ട് അന്തസ്സോടുകൂടി ജീവിക്കുക, അതൊരു മഹത്വമായിട്ട്, ഭാരതത്തിൽ ജനിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് വിചാരിച്ച് ഭാരതീയനായി ജീവിക്കുന്നതിൻ്റെ അന്തസ്സ് ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് ഈ നായി മാർക്കറ്റിൽ പോയാൽ നായിക്ക്, ഇപ്പോൾ നമ്മളുടെ വളർത്തുന്ന നായിക്ക് ഏത് പേര് വേണമെങ്കിലും ഇടാം എന്ന് വെച്ചിട്ട് ഈ തെരുവ് നായിനെയും കൊണ്ട് ഞാൻ ചന്തയിൽ കൊണ്ട് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഈ തെരുവ് നായിൻ്റെ വിലയിൽ കിട്ടുള്ളൂ. അല്ല ഞാനിപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പേരിട്ട് എനിക്ക് ജർമ്മൻ ഷിപ്പറിൻ്റെ വില വേണം പറഞ്ഞാൽ ഏതെങ്കിലും ചന്തയിൽ ആരെങ്കിലും വാങ്ങുമോ? ഞാനിപ്പോൾ ഒരാൾ ചന്തയിൽ വിൽക്കാൻ പോയിട്ട് അണ്ണാ നിങ്ങളുടെ ഈ നായി എന്താ പേര്? ഡൊണാൾഡ് ട്രംപ്, ഇതിന് എന്താ വില? 5 ലക്ഷം വേണം. ഇത് തെരുവ് നായല്ലേ, നിങ്ങൾക്ക് എന്ത് വിലയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അല്ല ഞാൻ ഡൊണാൾഡ് ട്രംപ് എന്ന് പേരിട്ടിട്ടുണ്ട്, അപ്പോൾ ഇതിന് വില കൂട്ടി പറഞ്ഞാൽ അവർ പറയും ഇവനെ വല്ല മറ്റേ പൂജപ്പരയിൽ എവിടെയെങ്കിലും കൊണ്ട് ആക്കേണ്ട അവസ്ഥയാണ്, ഇവനെ കാര്യമില്ല, അവൻ്റെ കൂട്ടം കൂട്ടിയിട്ട് കാര്യമില്ല പറയും. ഇതാണ് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ. ഏത് പേരിട്ട് നടന്നിട്ടും കാര്യമില്ല, പേരിടുന്നതിൽ തടസ്സമില്ല. ഇവരിൻ്റെ ക്വാളിറ്റി ഇവർക്കേ ഉള്ളൂ, അവരുടെ ക്വാളിറ്റി അവർക്കുണ്ട്. ഇതാണ് ഒരു സെക്ഷൻ. ഇനി അടുത്തൊരു സെക്ഷൻ, ഈ ഇപ്പോൾ പേരിടുന്നതിൻ്റെ കാര്യത്തിൽ ഏകദേശം ധാരണ വന്നു എന്നാണ് എനിക്ക് വിശ്വാസം. ഇനി അടുത്തൊരു സെക്ഷൻ ഉണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കട്ടെ, ഒറ്റ സെക്കൻഡ്. അടുത്ത സെക്ഷൻ നമ്മുടെ ഈ യേശുവിന് 3.5 കോടി ദൈവമാണ് ഭാരതത്തിൽ. ഒരു ദൈവത്തിൻ്റെ പോലും ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ കാരണം ഞാൻ ആ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്, അതിൽ പകുതി വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലയെന്ന്. കാരണം ഈ മറിയം 5 പെറ്റ് 6-മത്തെയാണ് യേശു എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്, സാധാരണ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഇനി ഒരക്കം കമ്മിയാലും കുഴപ്പമില്ല പഠിപ്പിക്കുന്നത്. ഈ മറിയം ഈ 5 പെറ്റ് 6-മത്തെ മകനായ യേശു പ്രസവിച്ചു കഴിഞ്ഞാൽ മറിയം എങ്ങനെ കന്യകയാവും? 1 പെറ്റ് 2-മത്തത് പെറ്റാൽ തന്നെ കന്യകാസ്ഥാനം പോയി, 2 പെറ്റ വീണ്ടും പോയി, 3 പെറ്റ അതിലേറെ പോയി, 4 പെറ്റ് കഴിഞ്ഞാൽ അത് തള്ളാന്ന് വിളിക്കും, അല്ലെങ്കിൽ അത് 4 പെറ്റ തള്ളാന്ന് വിളിക്കും, 5 പെറ്റ് കഴിഞ്ഞാൽ 5 പെറ്റ് തള്ളാന്ന് വിളിക്കും. അല്ലാണ്ട് ഇതിന് വേറെ എന്താ വിളിക്കുക? ഇതിനെ കന്യകാശ്രീ, കന്യകാ മറിയം എന്ന് എങ്ങനെ പറയാൻ പറ്റും? സഹോദരന്മാരെ, നിങ്ങളുടെ ചക്കര മതത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എങ്ങനെ പറയാൻ പറ്റും? ഇതും വിശ്വസിച്ചിട്ട് എല്ലാ ദിവസവും പോയിട്ട് എല്ലാ ഞായറാഴ്ചയും പോയിട്ട് ഇവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്.
ഇതൊക്കെ വലിയ മഹത്വമാണെന്നുള്ളത്. ഈ 3.5 കോടി ദൈവത്തിൽ ഒരു ദൈവത്തിൻ്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത ഈ സായിപ്പിനെ എങ്ങനെ ഏകദൈവമാക്കും? പിന്നെ യേശു വേറൊരു പടയും കൂടി പറഞ്ഞു, ഓരോ സെക്ഷനായിട്ട് നമുക്ക് പറയാം. ഓരോ സെക്ഷനായിട്ട് യേശു പറഞ്ഞ് ആദവും അവ്വയാണ് ഈ ലോകത്ത് ആദ്യം ജനിച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതിൻ്റെ കഥയിൽ വേറൊരു സെക്ഷനാണ് ഞാൻ പറഞ്ഞത്, ഇത് വേറൊരു സെക്ഷൻ. അപ്പോൾ ആദ്യത്തെ ആദവും അവൻ്റെ കവിയിൽ ഈ ആദവും അവ്വയും ഈന്തപ്പഴം വിറ്റിട്ടാണ് ജീവിച്ചതെന്ന് പറയുന്നു യേശു. ഈന്തപ്പഴം വിൽക്കാൻ വേണ്ടിയിട്ട് ചന്തയിൽ പോയി അവിടെ ആൾക്കാർ വേണ്ടേ? ആദ്യത്തെ മനുഷ്യനായി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈന്തപ്പഴം വിറ്റിട്ട് ചന്തയിൽ പോയി ജീവിച്ചു പറയുമ്പോൾ ഈ യേശു കഞ്ചാവാണ്. അതെ, ഇന്നലെ അടിച്ചത് ഇറങ്ങാണ്ടാണ്. യേശുവിൻ്റെ കഥയാണ്. അതായത് എഴുതി വെച്ചവൻ്റെ പൊലക്കളാണോ അത് എഴുതി വെച്ചവൻ കഞ്ചാവാണോ എന്ന് എനിക്ക് സംശയിച്ചു. ഒരു ഈന്തപ്പഴം വിട്ടിട്ടാണ് അവൻ ജീവിച്ചതെന്ന് ആദവും അവ്വയും ആദ്യത്തെ മനുഷ്യനാണെന്ന് എഴുതി വയ്ക്കണ അവൻ്റെ നിലവാരം എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ? ഇന്നത്തെ 5ാം ക്ലാസ്സിൽ പഠിച്ചവൻ്റെ പറഞ്ഞ അവൻ പറയും, എന്താ അച്ഛാ നിങ്ങൾ ഈ ജാതി പെടായി, ഈ ജാതി തള്ളൽ വേണമെന്ന് ചോദിക്കും. വേണ്ട, ഒരു 10 വയസ്സായ കുട്ടിൻ്റെ പറയാൻ പറ്റും ഈ പടായി. തൊട്ടിയിലാടുന്ന കുട്ടിൻ്റെ പറഞ്ഞാലേ പറയാം അവൻ കൈയും കാലോട്ട് അടിക്കാക്കി ഇത് കേൾക്കാൻ വയ്യ, ഞാൻ വന്ന വഴിക്ക് പോകാന്ന് പറയാം. അങ്ങനത്തെ പടായാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദവും അവ്വയാണ് ആദ്യമായിട്ടുണ്ടായിരുന്നു. ഇനി യേശു പറഞ്ഞ അതിന് വീണ്ടും അതൊരു വേറെ സെക്ഷനിലും വീണ്ടും ഉണ്ട്. അതേ ആ കഥയിൽ വീണ്ടും ഒരു വേറെ സെക്ഷൻ. ഈ ആദവും അവ്വയും. അപ്പോൾ ആദവും അവ്വയും പ്രസവിച്ചത് മുഴുവൻ അനിയന്മാർ ചേച്ചിമാർ ചേട്ടത്തിമാരും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ കുടുംബം ഉണ്ടാക്കിയിട്ടാണോ ഈ ലോകത്ത് മുഴുവൻ ജനം ഉണ്ടായത്? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എല്ലാവരും ആംഗ്ലയും മംഗളുമായിട്ട് കുടുംബം ഉണ്ടാക്കി ജീവിക്കണ്ടേ? ഇവൻ്റെ നിയമപ്രകാരം ഈ ക്രിസ്ത്യാനികൾ മുഴുവൻ ആംഗ്ലയും മംഗളിയും കല്യാണം കഴിച്ച് ജീവിക്കണ്ടേ? എന്ത് പേടായി അത് അടിക്കണത്? ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ മോശക്കാരനാവും, എൻ്റെ പേരിൽ കേസ് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ പറയുന്നതാണ് തെറ്റ്, അത് ഇവർ ചെയ്യണത് തെറ്റ്. എന്ത് പേടായി ഇവർ അടിച്ച് ജീവിക്കുന്നത്? എന്ത് ചക്കര അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്? ഭാരതത്തിൽ ഒരു ദൈവത്തിൻ്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത ഈ സായിപ്പിനെ എന്തിനാ നിങ്ങൾ ദൈവമാക്കി നടക്കണത്? ഈ ജാതി പടായി അടിക്കണവനെ ഈ എത്ര നേരമായി എനിക്ക് ഇത്രയും സംശയിക്കേണ്ട അവസ്ഥ വന്നു ഇവരിൻ്റെ ഈ ബടായി കേട്ടിട്ട്. പിന്നെ അടുത്ത സെഷൻ, ഈ ആദവും അവയ്ക്കും വയനാട്ടിലേക്ക് വരാൻ അറിഞ്ഞിട്ടില്ല. വയനാട് എന്താണെന്ന് അറിയില്ല. അവിടെ 8000 കൊല്ലം ചട്ടിയും പാത്രം കിടക്കുന്ന അറിഞ്ഞിട്ടില്ല. ആദ്യത്തെ മനുഷ്യനാണ് 2000 കൊല്ലത്തിൽ. 16000 കൊല്ലത്തിൽ ചൈനയിലെ രാജകുമാരൻ്റെ ജഡം കണ്ടത് ഈ ആദവും അവയ്ക്ക് അറിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിപ്പില്ല. അവനിക്ക് ആകെ അറിയണം ഇസ്രായേലിലുള്ള കുറച്ച് പുഴൻ്റെ മുക്ക അല്ലാണ്ട് വേറെ ഒന്നും അവനിക്ക് അറിയില്ല. ലോകം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവിടെ ഭാരതത്തിലെ സന്യാസിമാർ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ലോകം മുഴുവൻ കീഴടക്കി കഴിഞ്ഞിട്ടും ഇവനിക്ക് നേരം വെളുത്തില്ല. ഈ സായിപ്പ് പഴയ ലോകത്താണ്. അല്ലാണ്ട് ഇവനെയൊക്കെ ദൈവം എന്നാണോ വിളിക്കേണ്ടത്? അതെ, ഇനി ഇവന് എന്ത് ക്വാളിറ്റിയിൽ ദൈവം എന്ന് നിങ്ങൾ വിളിക്കും? സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആൾ ഒരിക്കലും ദൈവമല്ല. അതേപോലെ ഈ മറിയത്തിൻ്റെ കഥയിൽ പറയാം, ഒരു പെണ്ണ് പ്രസവിച്ച ഒരു കുഞ്ഞിനെ എങ്ങനെ ഏകദൈവമാക്കും? ആ സെക്ഷനിലേക്കും പോട്ടെ കഥ. ഒരു പെണ്ണ് വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെളിയിൽ വന്ന് ഈ യോനിയിൽ വന്ന ഒരു മനുഷ്യക്കുഞ്ഞിനെ എങ്ങനെ ഏകദൈവമാക്കും? എന്ത് വിവരക്കട പറയുന്നത്? മനുഷ്യൻ പ്രസവിച്ചാൽ അത് ഏകദൈവമാകും എങ്ങനെ? അതാണ് ഭാരതത്തിലെ 3.5 കോടി ദൈവത്തിൻ്റെ ഒരു കുട്ടിച്ചാത്തൻ്റെ നിലവാരം പോലും ഇല്ല. കുട്ടിച്ചാത്തൻ്റേത് മനസ്സൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിന്ന് എന്തെങ്കിലും വഴിപാട് ചെയ്യാൻ പറഞ്ഞാൽ അത് കറക്റ്റായി കാര്യങ്ങൾ ചെയ്തു തരും. അതാണ് ഭാരതത്തിൻ്റെ ദൈവം. വെറും ദൈവമല്ല. ഭാരതത്തിൻ്റെ ദൈവങ്ങളെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ വേറെ സെക്കൻഡ് പാർട്ടിൽ ചെയ്യാം. അതിനെ വെല്ലുവിളിക്കാൻ നിങ്ങൾ ഭൂമിയിൽ ഒരുത്തനും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പെണ്ണ് പ്രസവിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ഏകദൈവം ആക്കുന്ന ഒരു മതം ഈ ഭൂമിയിൽ ഇതുപോലൊരു ബ്ലണ്ടർ മിസ്റ്റേക്ക് ഉണ്ടോ? സാധാരണ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിന് ആരെങ്കിലും, ഇപ്പോൾ എൻ്റെ അമ്മ പറയുകയാണ് എൻ്റെ അമ്മ എനിക്ക് ദൈവമാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ ജനങ്ങൾ വിശ്വസിക്കും. അമ്മയ്ക്ക് ചിലപ്പോൾ സങ്കല്പമായിട്ട് തോന്നും. അതേപോലെ ഓരോ അമ്മമാർക്കും തോന്നും മകൻ ദൈവമാണ്. അങ്ങനെ സങ്കല്പമായി തോന്നിക്കഴിഞ്ഞാൽ ഇവരിത് അംഗീകരിക്കും. ഇവരുടെ നിലവാരം എത്രയുണ്ട്? ഈ പാസ്റ്റർമാരുടെ നിലവാരം എത്രയുണ്ട് ഈ ബടായി അടിക്കണവന്മാരുടെ? ഞാനത് ആലോചിക്കുന്നത്. നിങ്ങളെൻ്റെ കാര്യം മഹാ കഷ്ടമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഭാരതത്തിനെ കുറിച്ച് പഠിക്കുക, ഭാരതത്തിലെ ദൈവങ്ങളെ കുറിച്ചിട്ട് പഠിക്കുക. ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ
നിങ്ങൾ ഭാരതത്തിലെ ദൈവങ്ങളെക്കുറിച്ച് പഠിക്കുക, ഭാരതത്തിനെക്കുറിച്ച് പഠിക്കുക. ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, ഈ ഭാരതത്തിൽ ജനിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്, അന്തസ്സാണ്. ഈ ലോകം മുഴുവൻ ഭാരതത്തിൻ്റെ മതം ജനങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഇത് വെറും മതമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രത്യേകിച്ചിട്ട് പറയുന്നു, ഈ യേശുവിൻ്റെ ഈ ബഡായിൻ്റെ കൂടെ ഒരു സെഷനും കൂടി മറന്നുപോയത് ഇപ്പോൾ ഓർമ്മ വന്നു. ആദ്യത്തെ മനുഷ്യൻ യേശുവിൻ്റെ ഈ 2000 കൊല്ലത്തെ കഥയിൽ പോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. യൂറോപ്യൻ രാജ്യക്കാർ ഒരു വർഗ്ഗക്കാരാണ്, ആഫ്രിക്കൻ രാജ്യക്കാർ ഒരു വർഗ്ഗക്കാരാണ്, ഇന്ത്യക്കാർ വേറൊരു വർഗ്ഗമാണ്, ചൈനക്കാർ വേറെ വർഗ്ഗമാണ്. ഈ യേശുവിന് ഇന്ത്യക്കാരനെ കുറിച്ചിട്ടോ ചൈനക്കാരനെ കുറിച്ചിട്ടോ ആഫ്രിക്കക്കാരനെ കുറിച്ചിട്ടോ ഒരു ധാരണയില്ല. ഒരു ധാരണയും പറഞ്ഞാൽ ഒരു കടുകുമണിൻ്റെ ഒരു അറിവ് പോലും ഇയാൾക്കില്ല ഈ യേശുവിന്. അപ്പോൾ അതും അവൻ്റെ കവിയാണ് നിങ്ങൾ വീണ്ടും പറയുന്നത്. ഇപ്പോൾ ഒരു ആഫ്രിക്കക്കാരൻ്റെ അടുത്ത് പോയിട്ട് വെള്ളക്കാരൻ ചോദിക്കണം എന്താ നിൻ്റെ പേര്, അപ്പോൾ ആഫ്രിക്കക്കാരൻ പറയും അവൻ്റെ പേര് പറയും. ഇപ്പം ഇങ്ങനെ പറയും, ശരി സമ്മതിക്കാം. ഇപ്പോൾ ആഫ്രിക്കക്കാരൻ തിരിച്ച് ചോദിക്കും, ആദ്യം അവൻ്റെ മക്കളല്ലേ ഞാൻ എല്ലാവരും, നിൻ്റെ അനിയത്തിന് ഞാൻ ഒന്ന് കല്യാണം കഴിക്കണം ചോദിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സുഡാനി പോയിട്ട് ബ്രിട്ടനിൽ പോയിട്ട് ഒരു വെള്ളക്കാരി പൊന്നിട്ട് പറയണം അതും അവൻ്റെ മക്കളല്ലേ, എന്താ നമുക്ക് തടസ്സം? ബാഹുബലിയിൽ വില്ലൻ പറയണമാതിരി നമുക്ക് ഈ യുദ്ധമൊന്നും ഒഴിവാക്കാൻ നമുക്കൊന്ന് കല്യാണം കഴിച്ച് സോൾവ് ആക്കിക്കൂടെ പറഞ്ഞപ്പോൾ രമ്യകൃഷ്ണ പറഞ്ഞ അവൻ്റെ തലയെടുക്കുക പറഞ്ഞു. അതേപോലെ ആകും നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ വലിയ പേരൊക്കെ ഇട്ടിട്ട് അവിടെ പോയി, അതും അവൻ്റെ മക്കളാണല്ലോ, നിങ്ങൾ പോയി ബ്രിട്ടനിൽ പോയിട്ട് ഒരു പൊണ്ണി ചോദിക്കി. നിങ്ങളുടെ അവസ്ഥ പെറ്റ തള്ള സഹിക്കില്ല, നിങ്ങളുടെ അവസ്ഥ വയറ്റത്തടിച്ച് കരയും. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമ്മുടെ ചൈനക്കാരുണ്ട്, ജപ്പാൻകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഏതെങ്കിലും ഒരു നീഗിരോ പോയിട്ട് ജപ്പാനിലോ എവിടെയെങ്കിലും പോയിട്ട് അതോ അവൻ്റെ മക്കളല്ലേ ഒന്ന് കല്യാണം കഴിക്കട്ടെ, എന്താ തടസ്സം ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ. ഇത് ഞാൻ ഇത് ചിരിപ്പിക്കാനല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ മറച്ചു വെക്കണ്ട. അതിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഉദാഹരണം പെർഫെക്റ്റ് ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നതും മരിക്കുന്നതും ഒക്കെ ഒരു സാഹചര്യമാണെങ്കിലും ഈ ജന്മം എടുക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചെറിയൊരു അറിവ് പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പെർഫെക്റ്റ് ആകട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം. പറയട്ടെ. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു മാമ്പഴമുണ്ട്, അല്ലെങ്കിൽ ഒരു മൂച്ചി, മാവ്, ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഓരോ ജില്ലയ്ക്കും ഓരോ വാക്കുകൾ അർത്ഥങ്ങൾ മാറും. അപ്പോൾ മൂച്ചി എന്നാണ് പാലക്കാടൻ ഭാഷ എന്ന് പറഞ്ഞാൽ മാവ്. തെക്കൻ ജില്ലകളിലായാലും മാവ് എന്ന് പറയാം. എൻ്റെ വീട്ടിലുമുണ്ട്, നിങ്ങളുടെ വീട്ടിലുമുണ്ട്. തിരുവനന്തപുരത്തും ഇവിടെ നിന്ന് നമുക്ക് കാൽക്കുലേഷൻ ചെയ്താൽ എൻ്റെ വീട്ടിലെ മാങ്ങകളൊന്നും ഞാൻ വലിച്ചില്ല, മാമ്പഴം ഞാൻ വലിച്ചില്ല, അതിൽ പുഴു വരുന്നു. തിരുവനന്തപുരത്തുള്ള മാവിലെ മാങ്ങി നിങ്ങളും വലിക്കണ്ട, അതും പുഴു വരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് ഒരു മാങ്ങ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഈ പുഴുവുള്ള മാങ്ങ ഞാനും കൊണ്ടുവന്ന് രണ്ടാളുടെ പുഴുവിനുള്ള മാങ്ങയും കൂടി ഒപ്പം പിടിച്ചിട്ട് ഈ പുഴുവുള്ള മാങ്ങയിൽ നോക്കിയിട്ട് ഈ പുഴു പറയും ഇതൊക്കെ ഞാനുണ്ടാക്കിയ മക്കളാണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ മാങ്ങയിലിരിക്കണവൻ എന്ത് വിചാരിക്കും? ഒരു തന്തയ്ക്കുണ്ടായതാണോ തിരുവനന്തപുരത്തുള്ള മാങ്ങയിലെ പുഴുവും ഈ മൂച്ചിയിലെ പുഴുവും? തെത്ത് ലോജിക്കുള്ളത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലും മാവുണ്ട്, എൻ്റെ വീട്ടിലും മാങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ പുഴു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തന്തയ്ക്കുണ്ടായതാണ് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരെങ്കിലും ഭൂമിയിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? സ്കൂളിലേ പോകണ്ട, തൊട്ടി കിടക്കണ കുഞ്ഞ് വിശ്വസിക്കുമോ? ഇപ്പോൾ അമേരിക്കയിലെ മാങ്ങയിൽ പുഴു വന്ന് അത് ഇവിടുത്തെ ഈ പുഴുവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതേ അവിടുത്തെ മക്കളാണ് ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതേ ഉള്ളൂ അതും അവൻ്റെ മക്കളും കഥയും യേശുവിൻ്റെ ബഡായും തമ്മിൽ. ഈ യേശുവൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കുകയാണെങ്കിൽ അയാളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എന്നെപ്പോലത്തെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നതൊക്കെ വെറും എസ്റ്റിമേറ്റ് ചോദ്യങ്ങളാണെങ്കിലും പെർഫെക്റ്റായിട്ട് ഞാൻ പോലും ബഹുമാനിക്കുന്ന ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. ഇതിനേക്കാളും പെർഫെക്റ്റ് ചോദ്യങ്ങൾ. ഞാനൊക്കെ വെറും അവരുടെ മുന്നിൽ ഒരു ചെറിയൊരാൾ മാത്രമാണ്. എനിക്ക് പോലും അവരുടെ ചോദ്യങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇതേ ഉള്ളൂ ഈ അവൻ്റെ കവിയും ഈ സയൻസിൻ്റെ കഥയും ഈ ഒരു മനുഷ്യനും ബാക്കിയുള്ളതിനൊക്കെ ഉണ്ടാക്കിയത്. അതേപോലെ ഞാൻ അന്നൊരു വാർത്ത കേട്ടത് 3.5 കോടി വർഷമുള്ള പാമ്പിൻ്റെ ഓസിൽ കൊളംബിയയിൽ നിന്ന് കണ്ടെടുത്തു. 3.5 കോടി വർഷം, 1-2 ദിവസമല്ല, കോടി വർഷം. അപ്പോൾ എത്ര പഴക്കമുണ്ട് ഭൂമിക്ക്? അത്രയും ശാസ്ത്രം പുരോഗമിച്ചു.
സഹോദരന്മാരെ, ഇനിയിപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെയും കന്യാസ്ത്രീൻ്റെ പിന്നാലെയും പോയി വയറ്റത്തടിച്ച് കരയരുത്. ഇനി ജനിക്കുന്ന പെൺകുട്ടികൾ ഈ കന്യാസ്ത്രീ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ അവരുടെ മഠത്തിൽ പോയി ജീവിതം പാഴാക്കരുത്. സഹോദരിമാരെ, നിങ്ങളുടെ അതിൽ പറയുകയാണെങ്കിൽ കാല് പിടിച്ച് ഞാൻ നിങ്ങൾക്ക് അപേക്ഷിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ ഒരു ഏട്ടനോ അനിയനോ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിങ്ങൾ വിചാരിച്ച് ഭാരതത്തിലെ സഹോദരന്മാരെ ഞാൻ പറയുകയാണ്, നിങ്ങളൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ അറിവ് നിങ്ങൾക്കും നിങ്ങളുടെ മതത്തിനും വേണ്ടിയാണ്. ഭാരതത്തിലുള്ളവർക്കും ഒരിക്കലും ഈ അറിവിൻ്റെ ആവശ്യമേ ഇല്ല. എന്ന് വെച്ചാൽ ഭാരതത്തിലെ എല്ലാവരും അറിവുള്ളവരാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ അവരൊരിക്കലും ഈ മതം പരസ്യം ചെയ്ത് ഈ ഗുജാലിൻ്റെ പരസ്യം ഷാമ്പുവിൻ്റെ പരസ്യം പോലും പാടി നടക്കുന്നില്ല. അവരുടെ മതം അവരുടെ ശരീരത്തിലും അവരുടെ ജീവിതത്തിലും മാത്രമാണ്. അല്ലാണ്ട് ഒരിക്കലും പാടിയിട്ട് വഴി കണ്ടവൻ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ, ഞാൻ ചക്കര തരാ അരി തരാ പരിപ്പ് പൊടി അങ്ങനെ ഒന്നും തരാ പറഞ്ഞിട്ട് ഒരു ആകർഷണവും ഭാരതത്തിലെ ആൾക്കാർ കാണിക്കുന്നില്ല. നിങ്ങൾ ഈ കാണിക്കുന്നത് പക്ക ചെറ്റത്തരവും. ഇതിനെ പല ഭാഷയിലും വിളിക്കുക, ഞാൻ അതൊന്നും വിളിക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? ഞാൻ പെർഫെക്റ്റായ ഭാരതീയനാണ്, ഞാൻ ദൈവവിശ്വാസിയല്ല. ആദ്യം പറഞ്ഞ അതേ വാക്ക് പറയുന്നു, ദൈവത്തിനെ അംഗീകരിക്കുന്നവനും ബഹുമാനിക്കുന്നവനും ദൈവത്തിനെ നേരിൽ കാണുന്നവനും തൊഴുതുന്നവനും ജീവിതം തന്നെ ദൈവത്തിൻ്റെ തുല്യമായിട്ട് എൻ്റെ ജീവിതം തന്നെ ഭാഗ്യമാണെന്ന് ചിന്തിക്കണവനോട് ഞാൻ. അല്ലാണ്ട് വിശ്വാസി എന്ന് പറയുന്ന 3 ബടായി വാക്കല്ല ഞാൻ. ദൈവം തന്നെയാണ്, നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് യുക്തിവാദികൾക്കും ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ തരാം. ഈ ഭാരതത്തിലെ ജനങ്ങളെ പരിഹാസിക്കുന്ന ഈ ക്രിസ്ത്യാനികൾക്ക് ഒരു 2ാം പാർട്ടായിട്ട് വേറൊരു ഇതുണ്ട്. ഈ വീട് സംബന്ധമായിട്ട് കിട്ടുന്ന കാര്യങ്ങളും ഈ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ വേറൊരു വീഡിയോ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ ചെയ്യാം. ചെറിയ പോരായ്മകൾക്ക് ഉണ്ടാവും, എന്നാലും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, അങ്ങനെ ചിലത് ഞാൻ ഒക്കെ എസ്റ്റിമേറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങളുടെ അറിവ് വെച്ചിട്ട് നിങ്ങളിത് വികസിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബഹുമാനപൂർവ്വം നന്ദി, നമസ്കാരം.